ഫേസ് ടു ഫേസ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എക്സൽ മീഡിയ ഫ്ലോറിൽ നമ്മളോടൊപ്പം ചേരുന്നത് പാസ്റ്റർ ജോൺ സി വർഗീസ്. 38 വർഷങ്ങളിലധികമായി നോർത്ത് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ഒറീസയിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. പാസ്റ്ററിൻ്റെ അനുഭവങ്ങൾ നമ്മൾ കേൾക്കാനായിട്ട് പോവുകയാണ്. ഈ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരിക്കും, മോട്ടിവേഷനായിരിക്കും. സോ തുടർന്ന് നമ്മൾ ഈ പാസ്റ്ററിൻ്റെ അനുഭവങ്ങൾ നമ്മൾ കേൾക്കാനായിട്ട് പോവുകയാണ്. പാസ്റ്റർ, വെൽക്കം ടു ദിസ് പ്രോഗ്രാം. പാസ്റ്റർ, എങ്ങനെയാണ് നോർത്ത് ഇന്ത്യയിൽ വരാനുള്ള കാരണവും അല്ലെങ്കിൽ കർത്താവിൻ്റെ വേലയിൽ ഇങ്ങനൊരു സ്റ്റെപ്പ് എടുക്കാനുള്ള കാരണം എന്താണ്? ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നത് ഞാൻ ജനിക്കും മുമ്പേയുള്ള ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയായിരുന്നു അത്. കാരണം എൻ്റെ ജനിച്ച് ആ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എൻ്റെ മാതാവ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്നെ സമർപ്പിച്ചിരുന്നത്. എന്നാൽ ഞാൻ ജനിച്ചതും വളർത്തപ്പെട്ട ഒരു സിറിയൻ ഓർത്തഡോക്സ് പാരമ്പര്യത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ്. 18 വയസ്സായപ്പോൾ, അതായത് പ്രീ ഡിഗ്രി കോഴ്സിന് ശേഷം മുന്നോട്ടുള്ള വിദ്യാഭ്യാസവും ജോലി അങ്ങനെയുള്ള കാര്യമൊക്കെ ആഗ്രഹിച്ച എല്ലാ ചെറുപ്പക്കാരും ചെയ്യുന്ന പോലെ ഞാനും വടക്കേന്ത്യയിലേക്ക് പോകുവാനിടയായി. എന്നാൽ ജീവിതത്തിൽ പല പരാജയപ്പെട്ട അവസരങ്ങളും ഉണ്ടായിരുന്നു, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടായിരുന്നു. അങ്ങനെ ബാല്യം മുതലുള്ള ആ വിളി ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു. അനുകൂലമായൊരു സാഹചര്യം എനിക്ക് മധ്യപ്രദേശിൽ എൻ്റെ മറ്റേണ്ടൽ അങ്കിളിൻ്റെ വീട്ടിലാണ് ഞാൻ പോകുന്നത്. അദ്ദേഹം ഓൾറെഡി കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരുന്നു. അങ്ങനെ ആയിരുന്ന സമയത്ത് അവിടെ വെച്ചാണ് എനിക്ക് വ്യക്തമായ ആ ദൈവവിളി ബോധ്യപ്പെട്ടത്. ദൈവദാസന്മാർ അനേകരെ കർത്താവ് വേണ്ടി ഉപയോഗിച്ചു. 18 വയസ്സ് പ്രായമുള്ളപ്പോൾ, ജസ്റ്റ് 1986 ആ ദൈവവിളി കേൾക്കുകയും കർത്താവിൻ്റെ ശിഷ്യനായിട്ട് കർത്താവിനെ അനുഗമിക്കാൻ ഉള്ളൊരു തീരുമാനം, വേറെ യാതൊരു സ്വപ്നങ്ങളും ആ വിഷയത്തിലില്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് മധ്യപ്രദേശിലെ നീമച്ചിൽ നിന്നാണ് എൻ്റെ ആത്മീക യാത്ര തുടങ്ങുന്നത്. ഓക്കെ പാസ്റ്റർ, നമ്മുടെ പേരൻസിനെ കുറിച്ചൊന്ന് പറയാമോ? പാസ്റ്റർ എവിടെ ജനിച്ചതും? അതെ, ഞാൻ ജനിച്ചത് മാവേലിക്കരയിലെ തട്ടാരമ്പലം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ പറഞ്ഞതുപോലെ ഒരു സിറിയൻ ഓർത്തഡോക്സ് കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ പിതാവ് ഒരു ബിസിനസ്സുകാരനായിരുന്നു. അതുപോലെ എൻ്റെ മാതാവ് വളരെ ബാല്യത്തിൽ തന്നെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിരുന്നു. ആ യാക്കോബായ പാരമ്പര്യത്തിൽ നിൽക്കുമ്പോൾ തന്നെ മധ്യകേരളത്തിലെ വലിയ ഒരു ഉണർവിൻ്റെ ഭാഗമായി യൂണിയൻ ക്രിസ്ത്യൻ കൺവെൻഷനിലൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാവ് പാടുകയും അങ്ങനെയുള്ള ശുശ്രൂഷകളിലൊക്കെ വളരെ ആക്റ്റീവായിരുന്നു. അങ്ങനെ ചെറിയ പ്രായത്തിൽ രക്ഷാനിർണയം പ്രാപിച്ച ഒരു വ്യക്തിയായിരുന്നു എൻ്റെ മാതാവ്. ബാല്യം മുതലേ എന്നെ ആ തരത്തിലാണ് വളർത്തിക്കൊണ്ടുവന്നതും. വളരെ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഒക്കെ സങ്കീർണമായിട്ടുള്ള, ഞങ്ങൾക്ക് വലിയ സാമ്പത്തിക ഞെരുക്കമോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാൽ കുടുംബത്തിനകത്ത് ഒരു സ്വസ്ഥതയും ഇല്ലാതെ വണ്ണം ഒരു സാഹചര്യത്തിലാണ് ഞാൻ വളർത്തപ്പെട്ടത്. ആ സാഹചര്യത്തിലും എൻ്റെ മാതാവ് ആ ഭക്തി മുറുകെ പിടിച്ച് ദൈവവചനത്തിനനുസരിച്ച് ഞങ്ങളെ പഠിപ്പിക്കുകയും വചനം അഭ്യസിപ്പിക്കുകയും ചെയ്തത് ജീവിതത്തിൽ വലിയ പ്രയോജനമായി ഭവിച്ചു. ഓക്കെ, പിതാവ്? എൻ്റെ പിതാവ് ആദ്യകാലങ്ങളിൽ നല്ലൊരു മദ്യപനായിരുന്നു. പക്ഷേ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഒരു ഉത്തമ ക്രിസ്തു ശിഷ്യനായിട്ട് ആ ജീവിതത്തിൻ്റെ അവസാനം വരെ നിൽക്കുവാൻ കർത്താവ് സഹായിച്ചു. ഓക്കെ, വെരി ഗുഡ്. പാസ്റ്റർ, പല സമയങ്ങളിലും ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ എക്സൽ VBS ചർച്ചിൽ നടത്തിയിട്ടുണ്ട്. പാസ്റ്റർ എന്തുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ കിഡ്സിൻ്റെ ഇടയ്ക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ യൂത്തിൻ്റെ ഇടയ്ക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു താല്പര്യം വരാനുള്ള കാരണം? 38 വർഷമായിട്ട് എൻ്റെ ശുശ്രൂഷയുടെ നല്ലൊരു ഭാഗം കിഡ്സും യൂത്തിനെ ചേർന്നാണ്. പല സ്റ്റേറ്റുകളിൽ, പല സാഹചര്യങ്ങളിൽ അനേക 100 കണക്കിന് ആളുകളെ ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ, ചെറുപ്പക്കാരായിട്ടുള്ളവരെ നേടുവാൻ കർത്താവ് എനിക്ക് സഹായിച്ചിട്ടുണ്ട്. അവരെയൊക്കെ ഗ്രൂം ചെയ്ത് വളരെ ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസന്മാരാക്കി തീർക്കുവാനും പ്രാർത്ഥനയും ചെറിയ ചെറിയ എഫേർട്സും കൊണ്ട് കർത്താവ് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രിയ തമ്പി അങ്കിൾ, റെവറൻ തമ്പി മാത്യൂസ്, അവർകളെ മിക്കവാറും പരിചയമുള്ള, എല്ലാവർക്കും സുവിശേഷ ലോകത്ത് പരിചയമുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഞങ്ങളുടെ ജീവിതത്തിലെ പാസ്റ്റർ തോമസ് മാത്യൂസിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഗൈഡൻസിലാണ് പരിചയപ്പെടാൻ ഇടയായത്. ആ ദിവസം മുതൽ തന്നെ ഒരു പിതാവിനെ പോലെ കൂടെ നിൽക്കുകയും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിലൂടെയാണ് എനിക്ക് എക്സലുമായിട്ട് പരിചയപ്പെടുവാനുള്ള അവസരം കിട്ടിയത്. അപ്പോൾ എക്സൽ അതിനു മുമ്പും ചെയ്തിരുന്ന പല യൂത്ത് മിനിസ്ട്രി, സ്റ്റുഡൻസ് മിനിസ്ട്രീൻ്റെ കൂടെ ഞങ്ങൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തിരുന്നു. ഞങ്ങളുടെ ചർച്ച്
യുവാക്കന്മാരുടെ ചർച്ചാണ്. എക്സൽ മിനിസ്ട്രീസിൽ നിന്ന് വന്ന് കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. കുട്ടികളുടെയും യുവാക്കളുടെയും ചർച്ചാണ്. വളരെ ധാരാളമുണ്ട്. അവരെല്ലാം ഞങ്ങൾ ചെറിയ പ്രായം മുതൽ 3 വയസ്സ് 4 വയസ്സ് മുതൽ ഗ്രൂം ചെയ്ത് കൊണ്ടുവന്ന കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഞാൻ 22 വർഷമായിട്ട് ആ സ്ഥലത്ത് തന്നെ, ആ ചർച്ചിൽ തന്നെ ഞങ്ങൾ ശുശ്രൂഷിക്കുന്നു. അപ്പോൾ എക്സൽ മിനിസ്ട്രി ഞങ്ങൾക്ക് വലിയ പ്രയോജനവും പ്രചോദനവുമായിരുന്നു. ഈ കാര്യങ്ങൾക്കുള്ള റിസോഴ്സുകളൊന്നും ഞങ്ങൾക്ക് ഇല്ലാതിരുന്ന സമയത്ത് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ എക്സൽ മിനിസ്ട്രീസ് വളരെ വലിയൊരു റോള് അവിടെ പ്ലേ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് VBS പ്രോഗ്രാമായിട്ട് മാത്രമല്ല, മറ്റെല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ യൂത്തിനെ കൗൺസിൽ ചെയ്യുന്ന കാര്യത്തിലൊക്കെ പാസ്റ്റർ ബിനു ജോസഫും മുഴുവൻ ടീമും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. വളരെ നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നത്. ഓക്കെ പാസ്റ്റർ എങ്ങനെ ഈ നോർത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒറീസയിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്ത് വരാനുള്ള കാരണം എന്താണ്? രക്ഷാനിർണയം പ്രാപിച്ചത് മുതൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നോർത്ത് ഇന്ത്യയിൽ ബേസ് ചെയ്താണ്. കർത്താവ് അയച്ചതാണെന്നൊരു ബോധ്യം എനിക്കുണ്ടായിരുന്നു. ഒന്ന് ഒറീസയിൽ കോൾ ഇങ്ങനെ വന്നപ്പം നമ്മൾ നേരിട്ട് അങ്ങനെ വരാനായിട്ട് സമർപ്പിച്ചതാ. അതെ. അതായത് ഞാൻ ഒറീസയിലല്ല തുടങ്ങിയത്. മധ്യപ്രദേശിൽ, ഗുജറാത്തിൽ, രാജസ്ഥാനിലൊക്കെ വളരെ ശക്തമായ ശുശ്രൂഷകൾ ചെറിയ പ്രായത്തിൽ തന്നെ ചെയ്യുവാൻ കർത്താവ് അവസരം തന്നു. എന്നാൽ മറ്റുള്ളവർക്ക് പ്രത്യക്ഷത്തിൽ കാണുന്ന രീതിയിലല്ലെങ്കിലും പരോക്ഷമായിട്ട് ഫിലദൽഫിയ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ പ്രവർത്തനങ്ങളെ ശക്തീകരിക്കുന്നതിനും ദൈവ വിളിക്കനുസരിച്ച് അനേകരെ മോൾഡ് ചെയ്യുവാനും കർത്താവിനെ സഹായിച്ചു. അപ്പോൾ എനിക്ക് വിളിച്ച വിളി തന്നെ, ആ വിളിയിൽ തന്നെ പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. സമ്പൂർണ്ണമായിട്ട് സകലതും വിട്ട് ഉത്തരഭാരതത്തിന് വേണ്ടി ജീവിക്കണമെന്നുള്ളത്. അപ്പോൾ ഒറീസ പിന്നീട് വന്നൊരു കാര്യമാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ദൈവം ഗൈഡ് ചെയ്യുന്നതനുസരിച്ച് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ പ്രത്യേകിച്ച് ഒറീസ എന്നുള്ളൊരു വിഷയത്തിലല്ല ഇറങ്ങിയത്. അൺറീച്ച്ഡ് ആയിട്ടുള്ള, ആരും എത്തിയിട്ടില്ലാത്ത സ്ഥാനങ്ങളിൽ എത്തുവാൻ തക്കവണ്ണം, അവിടെ കർത്താവിൻ്റെ സ്നേഹം പകരുവാൻ തക്കവണ്ണം ഡോക്ടർ തോമസ് മാത്യൂസിൻ്റെ ചലഞ്ചാണ് ആ വഴിക്ക് കൊണ്ടുപോകാൻ തക്കണം. ചലഞ്ച് ചെയ്യുക മാത്രമല്ല, അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിച്ച നാൾ മുതൽ പ്രാക്ടിക്കലായിട്ട് ആ മിനിസ്ട്രി ഒരു 10 വർഷത്തോളം അദ്ദേഹത്തോട് ചേർന്ന് നടന്ന് അഭ്യസിക്കുവാനിടയായി. അപ്പോൾ തദ്ദേശീയരായിട്ടുള്ളവരെ കുറിച്ചുള്ളൊരു ദർശനം. ഇപ്പോൾ നമ്മുടെ പ്രവർത്തന മേഖലകളിൽ നിന്ന് ഒരൊറ്റ മലയാളി പോലും ഇല്ല. മുഴുവൻ ആളുകളും തദ്ദേശീയരാണ്. നമ്മുടെ ശുശ്രൂഷയിൽ നമ്മോടൊപ്പം അതാത് സ്റ്റേറ്റുകളിൽ നിൽക്കുന്ന എല്ലാവരും തന്നെ ആ ദേശത്തെ, ആ കൾച്ചറിലെ, ആ ഭാഷക്കാരാണ്. അപ്പോൾ നേറ്റീവ് മിഷണറി മൂവ്മെൻ്റ് എന്നുള്ള ഡോക്ടർ തോമസ് മാത്യൂസിൻ്റെ ഹൃദയത്തിൻ്റെ സ്വപ്നവും അതുവഴി ഹൃദയത്തിലെടുക്കുവാൻ കർത്താവിനെ സഹായിച്ചു. അതുകൊണ്ട് ഒരിക്കലും മലയാളത്തിൽ ശുശ്രൂഷിക്കുകയോ അല്ലെങ്കിൽ മലയാളികളുമായിട്ട് ഇടപെടുകയോ ചെയ്യാനുള്ള അവസരങ്ങൾ അധികം ഉപയോഗപ്പെടുത്തിയിട്ടില്ല. നേരെ മറിച്ച് കൂടുതലും ആ ദേശത്തെ ആളുകളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുകയാണ്. കൂടുതൽ മലയാളികൾ കണ്ട എക്സൽ മിനിസ്ട്രി വന്നതിന് ശേഷം. പാസ്റ്റർ എത്രാമത്തെ വയസ്സിലാണ് ഈ നോർത്ത് ഇന്ത്യയിൽ വരുന്നത്? 18 വയസ്സ്. 18 വയസ്സായപ്പോൾ 18 വയസ്സായപ്പോൾ വന്നു. 18 വയസ്സായപ്പോഴേ കർത്താവിൻ്റെ വിളി കേട്ട് അന്ന് മുതൽ തന്നെ പ്രത്യക്ഷമായും പരോക്ഷമായും കർത്താവിൻ്റെ പേരിൽ തന്നെയായിരുന്നു. 1988 ഫുൾ ടൈം ഫിലഡൽഫിയ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ഒരു വർക്കറായിട്ട് ജോയിൻ ചെയ്യുന്നത്. ഞാൻ അവിടെ ഉദയപൂരി വന്നതിന് ശേഷം കുറച്ച് സമയം ബൈബിൾ സ്കൂളിൽ പഠിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി. ഞാനൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അവിടെ. കുറച്ച് സമയം മാത്രമേ എനിക്കൊരു ബൈബിൾ സ്കൂൾ പഠനം അവിടെ സാധിച്ചുള്ളൂ. അതിനുശേഷം അതേത് കോഴ്സാണ്? അങ്ങനെ അത് നമ്മൾ സാധാരണ ബേസിക് കോഴ്സാണ്. BTH ആണ് തുടങ്ങിയത്. പക്ഷേ അതിന് ആ കാലത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഭാഷ അറിയാവുന്നവരും പല ആളുകളും അങ്ങനെ പ്രോ ആക്റ്റീവായിട്ട് സ്റ്റെപ്സ് എടുത്ത് പുതിയ സ്ഥലങ്ങളിലൊക്കെ പോയി മിനിസ്റ്റർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ആളുകളെ കിട്ടാത്തൊരു സമയമായിരുന്നു. അങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടി. പ്രിയ ഡോക്ടർ തോമസ് മാത്യൂസിൻ്റെ ഭാര്യ മിസ്സസ് മേരി മാത്യൂസ്, ഞങ്ങൾ മേരി ആൻറ്റി എന്ന് വിളിക്കും. ഞാൻ ആദ്യ മാസങ്ങൾ പഠിച്ചതിന് ശേഷം ആ വെക്കേഷന് നീമച്ചിൽ വീണ്ടും വരികയും അവിടെ ഒരു കത്ത് കൊടുത്ത് വിടാൻ തക്കണ്ടിയായി. ഗുജറാത്തിലെ അംബാജി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്കൂൾ ഓപ്പൺ ചെയ്യാനുള്ള ഇൻവിറ്റേഷനുണ്ട്. ഈ അംബാജിയുടെ പ്രത്യേകത പറഞ്ഞാൽ അവിടെ ഒരൊറ്റ ട്രാക്റ്റ് പോലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത വണ്ണം വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു. അവിടെ ആർക്കും പോയി പ്രവർത്തിക്കാനോ ഒരു ചർച്ച് പ്ലാൻ ചെയ്യാനോ ഒന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കാരണം ഗുജറാത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ്. മൈലുകൾ കാൽനടയായിട്ടാണ് അവിടെ ആളുകൾ വരുന്നത്. അവിടെ റോട്ടറി ക്ലബിൻ്റെ ഇൻവിറ്റേഷൻ അനുസരിച്ചാണ് പാസ്റ്റർ തോമസ് കൈതമംഗലം, ഇപ്പോൾ അമേരിക്കയിലായിരിക്കുന്ന അദ്ദേഹത്തിന് കിട്ടിയ ഒരു ഇൻവിറ്റേഷൻ മേരി ആൻറ്റിയുമായിട്ട് ഷെയർ ചെയ്യും. മേരി ആൻറ്റി അതേ തുടർന്ന് അദ്ദേഹത്തെ തന്നെ ഒരു കത്ത് കൊടുത്ത് ഞങ്ങളുടെ വീട്ടിലെ നീമച്ചിൽ എൻ്റെ അങ്കിളുടെ വീട്ടിൽ വിടാനിടയായി. അപ്പോൾ അന്ന് വന്നിട്ട് ചോദിച്ചു, ജോൺസിക്ക് പോകാൻ തയ്യാറാണോ? ഇങ്ങനെയൊരു സ്ഥലമുണ്ട്, ഇങ്ങനെയൊരു ചാലഞ്ചുണ്ട്. അപ്പോൾ എനിക്ക് സ്കൂളിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആദ്യമുണ്ട്. ഞാൻ രക്ഷിക്കപ്പെട്ട ദിവസങ്ങളിൽ തന്നെ പാസ്റ്റർ KJ ബാബു എന്ന് പറയുന്ന ദേവദാസനാണ് എന്നെ നീമച്ചിൽ വെച്ച് സ്നാനപ്പെടുത്തിയത്.
ഓഗസ്റ്റ് 1986 1986 ഓഗസ്റ്റ് 24 ഞാൻ സ്നാനപ്പെട്ടു. 25 മുതൽ അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ ഞാൻ പഠിപ്പിക്കുവാൻ കൊണ്ട് വേണ്ടിയായി. ഓക്കെ, അപ്പോൾ അവിടെ എല്ലാം ദൈവം എന്നെ ട്രെയിൻ ചെയ്യാറ്. അപ്പോൾ അതിൽ എക്സൽ ചെയ്യുവാൻ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ സ്കൂൾ മാനേജ്മെൻറ്റും അഡ്മിനിസ്ട്രേഷനിലും ഒക്കെ വിവിധങ്ങളായ നിലകളിൽ കർത്താവിനെ ഉപയോഗിച്ചു മറ്റു പലയിടത്തായിട്ട്. അപ്പോൾ അതറിയാമായിരുന്നുകൊണ്ടും എനിക്ക് ഭാഷയും ഒരു റാപ്പോ ബിൽഡിങ്ങിലുള്ള ഒരു സ്കില്ലും ഞങ്ങളുടെ ലീഡേഴ്സിനിൽ കണ്ടുകൊണ്ടാണ് അങ്ങനെ ഒരു ചാലഞ്ച് വെക്കാൻ തക്കൊണ്ടിടയാത്. ഞാൻ ആ ചാലഞ്ച് ഒന്നും നോക്കാതെ അക്സെപ്റ്റ് ചെയ്തു. അതെനിക്ക് കഷ്ടിച്ച് 88 വയസ്സ് പ്രായമേ ഉള്ളൂ. അത്യാവശ്യം ഹിന്ദിയും പഠിച്ചു. അത്യാവശ്യമല്ല, നന്നായിട്ട് പറയായിരുന്നു ഹിന്ദി. നന്നായിട്ട് ഹിന്ദി പറയുമായിരുന്നു. മറ്റുള്ള മലയാളികളുടെ കാൾ വളരെ ബെറ്ററായിട്ട് കർത്താവ് എനിക്ക് കൃപയായിട്ട് തന്ന ഭാഷയാണ്. കാരണം അത് തന്നെയായിരുന്നു ഏറ്റവും വലിയ ഉറപ്പ് നമ്മളെ നോർത്ത് ഇന്ത്യക്ക് വേണ്ടി ദൈവം വിളിച്ചതാണെന്നുള്ളത്. ഓക്കെ, അങ്ങനെ എൻ്റെ പാസ്റ്റർ എന്നിൽ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു ആ വിഷയങ്ങളിൽ. അപ്പോൾ എന്നെ ആ സ്ഥലത്ത് അയക്കാനിടയായി. അവിടെ ചെന്നപ്പോൾ അവിടെ ഒന്നുമില്ല. ടയർ കട നടത്തുന്ന ചില കുടുംബങ്ങൾ ഒഴിച്ച് മലയാളികളായിട്ട് അവിടെ വേറെ ആരുമില്ല. ഉള്ളതിൽ തന്നെ ആരും തന്നെ വിശ്വാസികളല്ല. അങ്ങനെ ഒരു സ്ഥലത്ത് പോയി പാസ്റ്റർ തോമസ് എനിക്ക് താമസിക്കാനുള്ള സൗകര്യമില്ല. ഒരു ഡോക്ടർ KH പട്ടേൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കിനോട് ചേർന്നുള്ള ഒരു റൂമിലാണ്. അദ്ദേഹം അന്ന് റോട്ടറി ക്ലബിൻ്റെ പ്രസിഡൻ്റായിരുന്നു ആ സ്ഥലത്തെ. റോട്ടറി ക്ലബിൻ്റെ ഇൻവിറ്റേഷൻ അനുസരിച്ചായിരുന്നതുകൊണ്ട് നമുക്കവിടെ എല്ലാ അറേഞ്ച്മെൻറ്റും അവരാണ് ചെയ്തു തന്നിരുന്നത്. എന്നാൽ തുടക്കം വളരെ അനായാസം പോകുമെന്ന് തോന്നിയെങ്കിലും അത്ര ഈസിയൊന്നും ആയിരുന്നില്ല. ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആൻറ്റി ക്രിസ്ത്യൻ എലിമെൻസിന് മനസ്സിലാകുവാനിടയായി. ഇങ്ങനെ ഒരു ക്രിസ്ത്യൻ മിഷണറിയാണ് വന്നിരിക്കുന്നതും അങ്ങനെ ഒരു സ്കൂളാണ് പ്ലാൻ ചെയ്യുന്നതൊക്കെ. അവർ വളരെ ശക്തമായിട്ട് അതിനെതിരെ എതിർപ്പുകൾ തുടങ്ങി. അപ്പം മാസ്റ്റർ അവിടെ ഞാൻ ഒറ്റയ്ക്ക് ഒന്നുമില്ല, ചർച്ചുമില്ല, അവിടെ ക്രിസ്തീയ പ്രവർത്തനങ്ങളൊന്നുമില്ല, വിശ്വാസികളില്ല. അവിടെ പോയി വളരെ സങ്കീർണമായ സാഹചര്യങ്ങളിൽ ഈ ടയറുകട നടത്തുന്ന ഞങ്ങളുടെ ഒരു അച്ചായനുണ്ട്. അച്ചായൻ്റെ ഫാമിലിയിലാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ പോയി അവരോടുകൂടെ ചേർന്ന് അവിടെ താമസിച്ച് വളരെ ഞെരുക്കത്തിലായിരുന്നു താമസിച്ചത്. പിന്നീട് ഒരു ധർമ്മശാല, ഈ അംബാജി എന്ന് പറയുന്ന സ്ഥലത്ത് അനേക സെലിബ്രിറ്റീസൊക്കെ ധർമ്മശാല ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ 20 രൂപ ഒരു ദിവസം കൊടുത്താൽ മതി. ഈ ധർമ്മശാല ഉദ്ദേശിക്കുന്നത് ഈ ധർമ്മശാല എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ ഹോട്ടൽ, ജസ്റ്റ് ഒരു ഹോട്ടൽ എന്ന പോലൊക്കെ തന്നെയാണ്. റെസ്റ്റ് ഹൗസ് എന്ന് പറയാം. വലിയ വലിയ ഹ്യൂജ് ബിൽഡിങ്സ് ആണ്. അനേക സെലിബ്രിറ്റീസും അത് അവർ പണിഞ്ഞ് മതപരമായ താല്പര്യങ്ങൾ കൊണ്ട് ആളുകൾ വന്ന് താമസിക്കാൻ വേണ്ടി. അപ്പോൾ അന്ന് 20 രൂപയുള്ള ഒരു ദിവസത്തേക്ക്. അപ്പോൾ ആ 20 രൂപയ്ക്ക് ധർമ്മശാലയിലോട്ട് മാറി അവിടെ താമസിച്ചുകൊണ്ട് ഈ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. സ്കൂള് തുടക്കത്തിൽ തന്നെ ഒരു വലിയ വിജയമായിരുന്നു. എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വളരെ ശക്തമായിട്ട് അതിനെ നേരിടാൻ കർത്താവ് സഹായിച്ചു. റോട്ടറി ക്ലബിൻ്റെ ആളുകളൊക്കെ കൂടെ നിന്നു. പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന അത്രയും സമയം വലിയ പ്രശ്നങ്ങളില്ലായിരുന്നെങ്കിലും ആ സ്കൂളിന് വലിയ എതിർപ്പുകളും പ്രയാസവും ഉണ്ടായി. ഇപ്പോൾ മത്തായി വർഗീസ്, ജിജി വർഗീസ് എന്ന് പറയുന്ന സഹോദരങ്ങളാണ്, ദേവദാസിയുമാണ് അത് റൺ ചെയ്തു പോകുന്നത്. അപ്പോൾ ഇന്നത് വലിയൊരു സ്കൂളാണ്. ഗവൺമെൻറ് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാനിടയായി. ഒരു ഹൈസ്കൂളാണ്, അനേക ബസ്സുകളും ഗവൺമെൻറ് ലാൻഡ് അലോട്ട് ചെയ്യാനിടയായി. ഇതൊന്നും ഒരു കാലത്ത് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത വിഷയങ്ങളായിരുന്നു അംബാജിയിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു. എന്നാൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് ഈ സാധാരണക്കാരനായ വളരെ പ്രായം കുറഞ്ഞ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത, ഒരു പെൻറ്റിക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ പോയത്. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും അവകാശപ്പെടാൻ അതിനകത്തില്ല. മുഴുവനും ദൈവത്തിൻ്റെ കൃപയെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. പാസ്റ്റർ, അപ്പോൾ ആദ്യം ഈ സ്കൂൾ തുടങ്ങുമ്പോൾ പാസ്റ്റർ എന്താ ചെയ്യുക? നമുക്ക് കുഞ്ഞുങ്ങൾ സ്റ്റാർട്ടിങ് എത്ര ഉണ്ടായിരുന്നു? ഞങ്ങൾക്ക് ആദ്യത്തെ 4-5 ദിവസം വളരെ നിരാശാജനകമായിരുന്നു. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പാസ്റ്റർ തോമസ് തന്നെ പറഞ്ഞു, നമുക്കതങ്ങ് വിട്ടേക്കാം, പ്രോജക്റ്റ് അങ്ങ് വിട്ടേക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ കുട്ടികൾ വരാൻ തുടങ്ങി. ഏതാണ്ട് 68, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 68 കുട്ടികൾ ആദ്യത്തെ ബാച്ചിൽ തന്നെ വന്നു. 68 കുട്ടികൾ വന്നു. അതിൽ പ്യൂണും ഞാൻ തന്നെയായിരുന്നു, പ്രിൻസിപ്പലും ഞാൻ തന്നെയായിരുന്നു, ടീച്ചറും ഞാൻ തന്നെയായിരുന്നു. പക്ഷേ വളരെ വേഗത്തിൽ പിന്നെ പാസ്റ്റർ വിൽസൺ ജോർജ്, ഒരു പക്ഷേ കർത്താവിൽ പ്രസിദ്ധനായ നല്ല പാട്ടുകാരനും ഒരു വർഷിപ്പറാണ്. സിസ്റ്റർ ഷീല ജോർജും വന്ന് അതൊരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വന്നത് ഏറ്റെടുത്തു. ഞങ്ങളെ സഹായിക്കുകയുണ്ടായി. പിന്നീടുള്ള 1-2 വർഷങ്ങൾ അവരാണത് ഞങ്ങളെ സഹായിച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ. സിസ്റ്റർ ഷീല ജോർജ് നല്ലൊരു വെൽ ട്രെയിൻഡ് എഡ്യൂക്കേഷണലിസ്റ്റും അങ്ങനെയുള്ള ഒരാളായിരുന്നു. അതിൻ്റെ തുടക്കം വളരെ മനോഹരമായി. അവിടെ അതോടൊപ്പം തന്നെ സഭയും ഉടലെടുക്കാൻ കൊണ്ട് തുടങ്ങി. ഈ മലയാളിയിൽ കൺവേർട്ടായി അവർ കർത്താവിൻ്റെ ഭാഗത്ത് വന്നു. അതിൽ തന്നെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ആളുകൾ ഇറങ്ങി.
ഇന്ന് പാസ്റ്റർ ഇബ്രാഹിം ജോർജ്, റജി, അങ്ങനെ പല ആളുകളും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ആദ്യ ദിവസങ്ങളിൽ തന്നെ അവരെ വലിയ എന്താ പറയുന്നത്, ലൗകികവും ജഡിയവും പാപമയമായിരുന്നൊരു അവസ്ഥയിൽ നിന്ന് ആ കുടുംബങ്ങളെ സേവ് ചെയ്യാൻ കർത്താവ് സഹായിച്ചു. ഇന്ന് അവരെല്ലാം കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. അവരെല്ലാം കർത്താവിൻ്റെ വേലയിൽ. സ്കൂളുകൾ വരെ ഒന്നും അന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസ് ഇല്ല. ബാക്കി സ്കൂളുകൾ, അവിടുത്തെ സ്റ്റേറ്റ് സ്കൂളുകളെല്ലാം ഉണ്ട്. ഇംഗ്ലീഷ് മീഡിയം ആദ്യത്തെ സ്കൂളാണത്. അതിന് പിന്നീട് അതിന് എതിർപ്പുണ്ടാക്കി അതിന് ബദലായിട്ട് വലിയൊരു സ്കൂളൊക്കെ തുടങ്ങാനിടയായി. പക്ഷെ അതൊന്നും സക്സസ് ആയില്ല. ഈ സ്കൂള് കണ്ടിന്യൂസ് ആയിട്ട് വളർച്ച പ്രാപിക്കുകയും ഇപ്പോൾ മത്തായി വർഗീസ്, പാസ്റ്റർ മത്തായി വർഗീസും സിസ്റ്റർ ജിജി വർഗീസും അവരുടെ നല്ല നേതൃത്വത്തിൽ അത് മുന്നോട്ട് പോകും. സ്കൂളിന്റെ പേര് കർമ്മൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഇപ്പൊ ഏകദേശം എത്ര കുഞ്ഞുങ്ങൾ കാണും? എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. നല്ല ഞാൻ പറഞ്ഞില്ലേ, അനേക ബസ്സുകളുണ്ട് അവർക്ക്. ഗവൺമെന്റ് അവർക്ക് ലാൻഡ് അലോട്ട് ചെയ്തു. സ്കൂൾ, വലിയ സ്കൂൾ ബിൽഡിങ്ങും കാര്യങ്ങളും എല്ലാം ആയി മനോഹരമായി. പാസ്റ്റർ നോർത്ത് ഇന്ത്യയിലാണെന്ന് പറഞ്ഞു. അപ്പം കർത്താവിൻ്റെ വേല ഒത്തിരി ചലഞ്ചസ് പാസ്റ്റർ ഉണ്ടായിട്ടുണ്ടായിരിക്കും അല്ലേ? നോർത്ത് ഇന്ത്യയിൽ നമുക്കറിയാം, നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രിയിലൊക്കെ ഒത്തിരി ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ആൻറ്റിക്കും ഒത്തിരി പറയാൻ കാണും. ഇന്ന് ആൻറ്റി നമ്മുടെ ഒപ്പം ഇല്ല, പക്ഷെ എന്നാലും ആൻറ്റിക്ക് ഒത്തിരി പറയാനും കാണും. എന്നാലും പാസ്റ്റർ ആ ചലഞ്ചസ് എന്തൊക്കെയായിരിക്കും ഫേസ് ചെയ്തത്? അത് ഓരോന്നായിട്ടൊന്ന് ഞങ്ങളോടൊന്ന്. ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ, ഇത് അത്ര ഈസി ആയിട്ടുള്ള, ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമായിരുന്നു അവിടെ സംഭവിച്ചത്. ആ സ്കൂളിൻ്റെ തുടക്കവും അതിനോട് ചേർന്ന് സഭ വളർന്നതും പിന്നീട് പാസ്റ്റർ ജോണി പി എബ്രഹാം വന്ന് സഭ ഏറ്റെടുക്കുവാൻ വേണ്ടിയായി. സഭ പിന്നെയും വളർന്നുകൊണ്ടിരുന്നു. അബുറോഡിൽ വ്യാപിച്ചു. ഇന്ന് ചില കുടുംബങ്ങൾ അമേരിക്കയിലായിരിക്കുന്നു. അവരൊക്കെ അവിടുന്ന് CNI ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെട്ടു വരുവാനിടയായി. മറ്റ് മതക്കാരുമൊക്കെ കർത്താവിനെ അറിയാനുള്ളൊരവസരം ഉണ്ടായി. ഇത് ആ സഭ ഇന്നും നടക്കുന്നുണ്ട്. ഇന്നും അബുറോഡിലും അംബാജിയിലുമൊക്കെ സഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ ചാലഞ്ച് ഈ ആൻറ്റി ക്രിസ്ത്യൻ എലിമെൻസിൽ നിന്ന് നമുക്കുണ്ടായ നേരിട്ട വെല്ലുവിളികളൊക്കെ ആയിരുന്നു. എന്നാൽ ഈ ഹെർക്കൂലിയൻ ടാസ്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ടാസ്ക് കഴിഞ്ഞ് പിന്നെ അടുത്ത ടാസ്ക് കൃത്യമായിട്ട് എനിക്ക് കിട്ടിക്കൊണ്ടേയിരുന്നു. അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ വളരെ അപകടകരമായിരിക്കുന്ന ഒരു ദൗത്യമാണ് പിന്നെ ഞാൻ ഏറ്റെടുത്തത്. അതായത് കോട്ടിട എന്ന് പറയുന്നൊരു സ്ഥലത്ത്, കോട്ടിട എന്ന് പറയുന്നത് മധ്യപ്രദേശ് അല്ല, രാജസ്ഥാനിൽ തന്നെയാണ്. രാജസ്ഥാൻ ഒരു ട്രൈബൽ ബ്ലോക്കാണ് അത്. ഉദയ്പൂർ ജില്ലയിലെ ഒരു ട്രൈബൽ ബ്ലോക്കാണ് ഈ കോട്ടിട കൻറ്റോൺമെൻ്റ് ആയിരുന്നു. അത് ഒരു കാലത്ത് ക്രിമിനൽസ് മാത്രം ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്. അതായത് ആളുകളെ നാട് കടത്താൻ വേണ്ടി കൻറ്റോൺമെൻറ്റ് സമയത്ത് നമ്മുടെ ബ്രിട്ടീഷ് ഭരണകാലത്ത് ആളുകളെ നാട് കടത്താനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമാണത്. മഴ വന്നു കഴിഞ്ഞാൽ ആ സ്ഥലം മറ്റെല്ലാ സ്ഥലമായിട്ട് കട്ട് ഓഫ് ആയി പോകുമായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ്. അതിനു മുമ്പ് ഡോക്ടർ തോമസ് മാത്യൂസ്, മേരി മാത്യൂസും ഒക്കെ അവിടെ പോയി അനവധി പ്രവർത്തനങ്ങൾ ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് അവിടെ ചില കുട്ടികളുടെ പ്രവർത്തനങ്ങളും ഇടയിലുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. അങ്ങനെ വേൾഡ് വിഷൻ പ്രോജക്റ്റുകൾ ഉണ്ടാകാൻ തുടങ്ങി. വേൾഡ് വിഷൻ പ്രോജക്റ്റുകൾ അവർക്ക് ലഭിക്കാനിടയായി. ഞങ്ങൾക്ക് ഫിലദൽഫിയയിൽ ചർച്ചിൽ ഏതാണ്ട് 7ഓളം വേൾഡ് വിഷൻ പ്രോജക്റ്റുകളുണ്ടായിരുന്നു. ഈ ചൈൽഡ് കെയറും സ്കൂൾ സോഷ്യൽ വർക്ക് പ്രോജക്റ്റ്, അങ്ങനെ പല കാര്യം, ചൈൽഡ് അബ്യൂസ് പ്രിവെൻഷൻ പ്രോജക്റ്റ്, അങ്ങനെ പല കാര്യം. ആക്ച്വലി അടുത്ത 4 വർഷം എൻ്റെ ജീവിതത്തിലെ വലിയൊരു ട്രെയിനിങ് ആയിരുന്നു. ഈ സ്ഥലത്ത് മിക്കവാറും നമ്മുടെ പ്രവർത്തകരെ എല്ലാം മർദ്ദിക്കുകയും, 4 വർഷം എന്ന് പറയുമ്പോൾ പിന്നെയുള്ള 88 മുതൽ 93 വരെയുള്ള സമയം, 89 മുതൽ 93 വരെയുള്ള സമയം, വാസ്തവത്തിൽ സോഷ്യൽ വർക്കും അതുപോലെ തന്നെ സുവിശേഷ പ്രവർത്തനത്തിനും കാര്യമായിട്ട് പഠിച്ച വർഷങ്ങളതാണ് ജീവിതത്തിൽ. ഫൗണ്ടേഷണൽ ഇയേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ വന്ന് ഞാൻ അവിടെ എന്നെ അയക്കാനിടയായി. അവിടെ അയക്കാനിടയായത് ഈ പാസ്റ്റർ തോമസ് കാരണമാണ് ഞാൻ അവിടെ വന്നത്. സ്കൂളിൽ നിന്ന് ഞാൻ റീപ്ലേസ് ആയി ഇവിടെ വന്നപ്പോൾ അവിടെ പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനോ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അവിടെ. പിന്നെ ചെറുപ്പമായിരുന്നുകൊണ്ട് അകത്ത് വലിയ ഒരു എന്താ പറയുന്നത്, ജോഷ്, ഒരു വലിയ എപ്പോഴും അകത്തൊരു മുന്നോട്ട് പോകണം. പിന്നെ മുന്നോട്ട് പോകാന്ന് പറഞ്ഞാൽ മുന്നിൽ എന്താ വരുന്നതെന്ന് ചിന്തിക്കത്തില്ലായിരുന്നു. നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ പ്രവർത്തനങ്ങൾ തുടങ്ങാതെ പോയി. അപ്പോൾ പലരെയും മർദ്ദിക്കുകയും പലരെയും മുറിയിൽ അടച്ചു പൂട്ടി വഴിയിൽ വെച്ച് ഉദ്ധരിക്കുകയൊക്കെ ചെയ്ത സാഹചര്യത്തിൽ ദൈവം വളരെ ശക്തമായിട്ട് ഉപയോഗിക്കാനിടയായി. ശക്തമായിട്ടെന്ന് പറഞ്ഞാൽ അവിടെ ആളുകളുടെ റാപ്പോ ബിൽഡിംഗ് ചെയ്യുവാൻ കൊണ്ട് കർത്താവ് ബന്ധങ്ങൾ വളരെ വേഗത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയും അവിടുത്തെ ആദിവാസി വിഭാഗങ്ങൾ, ഏറ്റവും കൂടുതൽ ആദിവാസികൾ അല്ലെങ്കിൽ ഭീൽ, ഗരേസ്യ, ഗമെത്തി എന്നൊക്കെ പറയുന്ന ആദിവാസി ട്രൈബ്സിൻ്റെ വലിയൊരു ഇതായിരുന്നു. രാത്രികളും പകലും അവരുടെ കൂടെ ചെലവഴിക്കുകയും
അവരിൽ നിന്ന് പഠിക്കുകയും അവരോട് കഴിക്കുകയും അവരിലൊരാളെ പോലെ വസ്ത്രം പോലും മാറാതെ ഞാൻ അനേക ദിവസങ്ങൾ ഗ്രാമങ്ങളിലായിരുന്ന അവസ്ഥ എനിക്കറിയാം. ഉടുത്തിരുന്ന വസ്ത്രം ചേഞ്ച് ചെയ്യാതെ അതേ രീതിയിൽ പ്രവർത്തിച്ച ദിവസങ്ങളുണ്ട്. അവരൊക്കെ നമ്മളോട് നല്ല ശക്തരായ ദൈവമനുഷ്യർ അവിടെ നിന്ന് ഡെവലപ്പ് ആകാനിടയായി. ഇന്നൊരു 10-20 കുട്ടികൾ നല്ല സുവിശേഷരായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്നും പോയിടത്തൊന്നും തുടങ്ങിയിടത്തൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അത് ഈ 30 വർഷം 35 വർഷത്തിന് ശേഷം അതൊക്കെ നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ. അപ്പം പോയി ഫലം കായ്ക്കുകയും അത് നിലനിൽക്കുകയും ചെയ്യണമെന്നുള്ള കർത്താവിൻ്റെ കൽപ്പന. ആ കർത്താവിൻ്റെ ശിഷ്യത്വം വരിച്ച് സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുവാൻ മറ്റ് പ്രസ്ഥാനങ്ങളിലെ അല്ലെങ്കിൽ മറ്റ് സഭകളിലെ പോലെ അല്ല ഫിലദൽഫിയയുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ദർശനം അനുസരിച്ചും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നമ്മുടെ നടത്തിപ്പനുസരിച്ച് സ്വാതന്ത്ര്യത്തോടെ സേവിക്കുവാൻ, കർത്താവിനെ സേവിക്കുവാൻ തക്കണം ഒരു തരത്തിലുള്ള കൺട്രോളും ആ വിഷയത്തിൽ നമുക്ക് വരികയില്ല. അങ്ങനെ ഞങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങിയ ആ സ്ഥലത്തുള്ള അനേക ഗവൺമെൻറ് ഓഫീസേഴ്സ് പോലും അവിടെ വരുന്നത് നമ്മുടെ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ എടുത്താണ് വരുന്നത്. അത്ര നൊട്ടോറിയസ് പ്ലേസാണ്. അങ്ങനെയുള്ള പല ആളുകളും ഞാൻ നോക്കി പലരും നിരാശരാണ്. അപ്പം ഞാൻ എപ്പോഴും വളരെ സന്തോഷത്തോടെ എക്സ്യൂബറൻ്റ് ആയിട്ട് എപ്പോഴും ജനങ്ങൾ അങ്ങനെ കണ്ടിട്ടുള്ളത്. ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ഈ മനുഷ്യൻ എന്തോ പ്രത്യേകത ഉണ്ടെന്ന് അവർ വിചാരിച്ചാണ്. എന്നെ ആളുകൾ വളരെ സ്നേഹിക്കാൻ തുടങ്ങി, വളരെയധികം. കാരണം ചിരിച്ച് സന്തോഷിക്കുന്ന മുഖമുള്ള വളരെ ചുരുക്കം പേരെ അവിടെ ഉള്ളായിരുന്നു. അപ്പോൾ അവർക്ക് ഞങ്ങളെ കോടതിയിൽ പോലും വിചാരണ ചെയ്യുന്ന സമയത്ത് ഞാൻ ചിരിച്ചതിന് എന്നെ ചോദ്യം ചെയ്തൊരവസ്ഥയുണ്ട്. അതൊക്കെ വലിയ സംഭവമാണ്. അപ്പോൾ അങ്ങനെ അവിടെ പ്രവർത്തിക്കുകയും ആ സ്ഥലത്ത് ഒരു ലിവബിളായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വാസയോഗ്യമായ ഒരു കണ്ടീഷനിലേക്ക് എത്തി പതുക്കെ ഈ ഗവൺമെൻറ് ഓഫീസേഴ്സൊക്കെ ഫ്രണ്ട്സ് ആയാൻ തുടങ്ങി. അവർക്ക് വേണ്ടിയുള്ള റിക്രിയേഷൻ ഫെസിലിറ്റീസ് നമ്മളവിടെ വേൾഡ് വിഷൻ്റെ ഹെൽപ്പോടുകൂടി ചെയ്തു. അപ്പം അവരൊക്കെ ചിരിക്കുന്ന മനുഷ്യരാകാൻ തുടങ്ങി. പിന്നെ നമ്മളെ സഹായിക്കാൻ തുടങ്ങി. അങ്ങനെ ആ സ്ഥലത്ത് അടക്കി ഭരിച്ചിരുന്നത് വൻവാസി കല്യാൺ പരിഷത്ത് എന്ന് പറയുന്ന വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഒരു യൂണിറ്റായിരുന്നു. അവർ വളരെ പ്ലാൻഡായിട്ട് പ്രവർത്തിച്ചു. വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അത് മൊത്തത്തിൽ തകർത്ത് ഒരു ക്രിസ്ത്യാനികൾക്ക് ജീവിക്കാൻ പറ്റുന്ന സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകാൻ. അത് ഞാൻ പറഞ്ഞല്ലോ, ഒട്ടും ട്രെയിൻഡ് അല്ല, ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല. ദൈവം ഇറങ്ങി പ്രവർത്തിച്ചല്ലാതെ നമുക്കൊന്നും അവകാശപ്പെടാൻ അതില്ല. അങ്ങനെ ആദ്യത്തെ ചാലഞ്ച് കഴിഞ്ഞ് രണ്ടാമത്തെ ചാലഞ്ച് ഇതായിരുന്നു. പിന്നെയുള്ള 4 വർഷം രാപ്പകൽ ഇത് പഠിക്കുവാനും കൾച്ചറുകളെക്കുറിച്ച് പഠിക്കുവാൻ, ഭാഷകളെക്കുറിച്ചും ആളുകളെ എങ്ങനെ സമീപിക്കണം, സുവിശേഷം എങ്ങനെ അവർക്ക് അനുഭവവേദ്യമാകുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യണമെന്നൊക്കെ പഠിക്കുവാൻ ഇടയായി. ഒപ്പം തന്നെ ഞങ്ങൾക്ക് അവിടെ ഏതാണ്ട് 120-ലധികം കുട്ടികളുണ്ടായിരുന്നു. അവരോടുകൂടെ ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള മിനിസ്ട്രി വളരെ ശക്തമായിട്ട് ചെയ്യാൻ ദൈവം സഹായിച്ചു. അത് പഠിക്കാൻ ദൈവം സഹായിച്ചു. അവരെല്ലാം നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു ഓരോ എക്സ്പീരിയൻസ്. അപ്പോൾ അവരുടെ ലാംഗ്വേജ് ഹിന്ദി തന്നെ? ഹിന്ദിയാണ്. രാജസ്ഥാനി പല ഇതുണ്ട് അവിടെ. ഗുജറാത്ത് ബോർഡർ ആയിരുന്നുകൊണ്ട് വാഗടി എന്നൊക്കെ പറയുന്ന പല ഭാഷകൾ അവിടെ ഉണ്ട്. ആ ഭാഷകളൊക്കെ മനസ്സിലാകുമായിരുന്നു. ഭാഷ പഠിക്കാനുള്ള ഒരു പ്രത്യേക താല്പര്യവും കൃപയും ദൈവം തന്നിരുന്നുകൊണ്ട് എവിടെ പോയാലും എത്ര ഭാഷ അറിയാം? എനിക്ക് ഭാഷയായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഹിന്ദിയാണ് മുഖ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ബാക്കി അത്യാവശ്യത്തിന് ഇംഗ്ലീഷും മലയാളവും ഒക്കെ അറിയാം. പിന്നെ ഒറിയ വായിക്കും. ഫസ്റ്റ് ഇടയ്ക്ക് പറഞ്ഞല്ലോ, മീൻസ് കോർട്ടിൽ ഇങ്ങനെ ഒരു ചോദ്യം വന്ന വിചാരണ ചെയ്തു. അത് ഒരിക്കൽ ഈ കോട്ടടയിൽ പറഞ്ഞല്ലോ തുടർമാനമായിട്ട് എതിർപ്പുകളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന അവസരത്തിലാണ് നമ്മുടെ അവിടെ നിന്ന് ടീം ഞാൻ അവിടെ ഇല്ലാതിരുന്നൊരു ദിവസം ഞാൻ അവിടുന്ന് പുറത്തു പോയേക്കായിരുന്നു. ഈ ഹോളി ഫെസ്റ്റിവൽ നടക്കുന്ന സമയമാണ്. പ്ലാൻ ചെയ്ത് ആക്രമിക്കുകയും നമ്മളെ കോമ്പൗണ്ടിനകത്ത് കയറി ആളുകളെ മർദ്ദിക്കുകയും മുറിവേൽപ്പിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ആ സംഭവം നടന്നപ്പോൾ ആരോ പറഞ്ഞു, അവിടെ ഞങ്ങളുടെ കൂടെ അന്ന് എബ്രഹാം കുര്യൻ എന്ന് പറയുന്ന ഇപ്പോൾ ഞങ്ങളുടെ ഫിലദൽഫിയയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഡോക്ടർ എബ്രഹാം കുര്യൻ അന്നൊരു പ്രോജക്റ്റ് മാനേജറായിരുന്നു അവിടെ. അപ്പോൾ ആളുകൾ പറഞ്ഞ് ഇദ്ദേഹത്തിന് ഈ തോക്കുണ്ടെന്ന് കണ്ട് പറഞ്ഞ് ആളുകൾ പേടിച്ചോടാൻ തുടങ്ങി. ഓടിയ കൂട്ടത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ തിരിച്ചടിച്ചു. നമുക്കാർക്കും അടിക്കാനില്ലെങ്കിലും നമ്മളെ ഫേവർ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ തിരിച്ചടിക്കാൻ കൊണ്ട് ഇടയായി. പക്ഷേ അടി കൊണ്ടെങ്കിലും പിന്നീട് പോയിട്ട് വളരെ ആദ്യമായിട്ട് അങ്ങനെ സംഭവിക്കുന്ന തിരിച്ചൊരു റിറ്റാലിയേഷൻ അല്ലെങ്കിൽ തിരിച്ചൊരു പ്രത്യാക്രമണം ഉണ്ടാകുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തെ ഒരു കേസ് കൊടുത്ത് ഞാൻ അവിടെ ഇല്ലാഞ്ഞുകൊണ്ട് ഞാനടക്കം എല്ലാവരും അകത്തായി. തിരിച്ചു വന്നപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഇവർക്കൊരു പ്രതിനിധിയായിട്ട് സംസാരിക്കാം. അപ്പോൾ കോർട്ടിൽ ചെന്നപ്പോൾ അവർ കുറ്റം വായിച്ചപ്പോൾ പറഞ്ഞിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയ സില്ലി ക്രൈംസ് ആയിട്ട് നിൽക്കുന്നത്. അവരുടെ എത്ര വാച്ച് മോഷ്ടിച്ചെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളോ
അങ്ങനെയുള്ള ഒത്തിരി പോയിന്റ്സ് വന്നപ്പോൾ എനിക്ക് ചിരി വന്നു. ഞാൻ ചിരിച്ചു. ചിരി ഇച്ചിരി ഉറക്കെയായിപ്പോയി. അപ്പോൾ ഒരാൾ പറഞ്ഞു, വക്കീൽ പറഞ്ഞു, ഇത് കോടതിയാണെന്ന് അറിയത്തില്ല, നിങ്ങൾക്ക് ഇതിനെ ഉറച്ച്. ഞാൻ സോറി പറഞ്ഞു. അന്നേരം അവിടുന്ന് എനിക്ക് മജിസ്ട്രേറ്റ് ആണോ മറ്റാരോ പറഞ്ഞു, സന്തോഷമുള്ള ആരെങ്കിലും കോർട്ടിൽ വന്നിരുന്നോട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ തെറ്റായിട്ടൊന്നും ചെയ്തില്ല, അതുകൊണ്ട് കോടതി ലക്ഷ്യത്തിനുള്ള കുറ്റമൊന്നും വന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞ എൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമായിരുന്നത് കാര്യങ്ങളെ വളരെ ലൈറ്റായിട്ട് നേരിടാനുള്ള കൃപ ദൈവം ആ ദിവസങ്ങളിൽ തന്നു. എല്ലാവരും ഫ്രീ ആയി. ആ കേസ് പൂർണ്ണമായിട്ടും നമുക്ക് ഫേവറായിട്ട് വരാനിടയായി. പിന്നീട് ജീവിതത്തിൽ മൊത്തം ചലഞ്ചസ് ആയിരുന്നു. അടുത്ത ആ മിനിസ്ട്രി അവിടെ തീരുക. അവിടുന്ന് വേൾഡ് വിഷനിൽ ഒരുമാതിരി നല്ല നിലയിൽ നമ്മൾ വേൾഡ് വിഷൻ്റെ പാർട്ട്ണർഷിപ്പ് പ്രോജക്ട്സ് ആയിരുന്നത്. അപ്പോൾ അത് നന്നായിട്ട് പോകുന്ന സമയത്താണ് വ്യക്തമായിട്ട് ദൈവാലോചന അവിടെയെല്ലാം നിൽക്കേണ്ടത് വേറൊരു മിനിസ്ട്രിയിലോട്ട് ഒരു പാസ്റ്ററൽ മിനിസ്ട്രിയിലോട്ട് പോകണമെന്നുള്ള ഒരു വിളി ഉണ്ടാകുകയും 93 അത് അബ്രപ്റ്റായിട്ട് അവിടെ നിർത്തിയിട്ട് മുന്നോട്ട് പോകാത്തൊക്കെ ഉണ്ട്. തിരിച്ച് വീണ്ടും നീമച്ചി വന്നു. അതേപോലെ നീമച്ചി ഞാൻ എവിടെ രക്ഷിക്കപ്പെട്ടെ. അവിടെ എനിക്ക് ആ ചർച്ചിൻ്റെ ചുമതല എടുക്കാൻ തക്കൊണ്ട് 93 ദൈവം എന്നെ സഹായിച്ചു. എന്നാൽ ഇതിൻ്റെ ഇടയ്ക്കുള്ളൊരു ഗ്യാപ്പിൽ കുറേ വർഷങ്ങളായിട്ട് 90കളിൽ യുവാക്കളുടെ ഇടയിൽ പ്രവർത്തനത്തിന് വേണ്ടി കർത്താവ് ഒരു ദർശനം തന്നു. ഫിലദൽഫിയയ്ക്കകത്ത് തന്നെ ഒരു യൂത്ത് മൂവ്മെൻറ്റ് ഡെവലപ്പായി. ആ യൂത്ത് മൂവ്മെൻറ്റിൽ വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു റോളാണ് ഞാൻ പറഞ്ഞത്. പ്രായം കൊണ്ട് എനിക്ക് എന്നേക്കാൾ എന്താ പറഞ്ഞേ പ്രായമുള്ള ലീഡേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ബിഹൈൻഡ് ദ സീനാണ് വർക്ക് ചെയ്യാൻ സഹായിച്ചിട്ടുള്ള ദൈവം. അങ്ങനെയാണെങ്കിലും പല സ്ഥലങ്ങളിലും പോയി യൂത്ത് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ കൂടെ ചേർന്ന് പാർക്ക് അവരുടെ വീട്ടിൽ താമസിക്കുകയും അവരുടെ ഏരിയയിൽ പല സ്ഥലങ്ങളിൽ പോയി താമസിച്ചു. ഇപ്പോൾ അംബാജിയിലും അബൂറോഡൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ, ഈ കൊട്ടട ആയിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ എല്ലാ ആഴ്ചകളിലും അംബാജി അബൂറോഡിൽ പോകും. ആ അംബാജിയിലും അബൂറോഡിലും ഒക്കെ പല ചെറുപ്പക്കാരും കർത്താവിനെ അറിയാനും അവർ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാനൊക്കെ തുടങ്ങി. അത് ഒരു യൂത്ത് മീറ്റിംഗ് ആയിട്ട് തുടങ്ങി. ആദ്യത്തെ യൂത്ത് മീറ്റിംഗ് അവിടെ തുടങ്ങി. അതൊരു മൈൽ സ്റ്റോണാണ് ജീവിതത്തിൽ. ആ യൂത്ത് മീറ്റിങ്ങിൻ്റെ അതൊരു വൻ വിജയമായിരുന്നു. ആ യൂത്ത് മീറ്റിംഗ് ഒന്നും നമുക്ക് മറ്റ് സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തുടങ്ങിയ ഒരു കാര്യമാണ്. വലിയ വിജയമായിരുന്നു. ഉദയപൂരിൽ നിന്നും മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുട്ടികളൊക്കെ വരികയും അവിടെ നല്ലൊരു മീറ്റിംഗ് നടന്നു. അത് പിന്നീട് ഡുംഗർപൂരിൽ ചെയ്യാനിടയായി. ഡുംഗർപൂരിലും പിന്നെ കോട്ട, ജയപ്പൂർ അത് വ്യാപിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ 95 ജൂൺ 17 ഒരു സംഭവം. അതെൻ്റെ ജീവിതം മാത്രമല്ല, ഇന്ന് ഞങ്ങളുടെ ഫിലദൽഫിയ ഫെലോഷിപ്പ് ചേർച്ചിൻ്റെ ലീഡർഷിപ്പിലിരിക്കുന്ന സകല ആളുകളും ഒരുമിച്ച് ട്രാൻസ്ഫോം ആയ ഒരു ദിവസമായിരുന്നു, ഒരു മീറ്റിംഗ് ആയിരുന്നു അത്. ജൂൺ 17 സംഭവിക്കുന്നത്. അപ്പോൾ ജൂൺ 15, 16, 17 ആ പ്രോഗ്രാം. ഞായറാഴ്ചയായിരുന്നു 17 എന്ന് പറയുന്നത്. അന്ന് രാത്രി സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, എഡ്വിൻ ഒക്കോറോ എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു അവിടെ. പുള്ളി ഹയർ സ്റ്റഡീസ് ചെയ്തുകൊണ്ടിരുന്ന യൂണിവേഴ്സിറ്റിയിൽ. അദ്ദേഹം വളരെ ആക്റ്റീവായിട്ടുള്ള ആത്മധൈര്യമുള്ളൊരു മനുഷ്യനായിരുന്നു. ഞങ്ങളുടെ യൂത്ത് ക്യാമ്പിൽ സൈമൺ ശേഖർ, അങ്ങനെ പല ആളുകളും ദേവദാസന്മാർ ലീഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓർഗനൈസർ എന്നുള്ള നിലയിൽ ഒരു 2 ഏജിനും ഇടയ്ക്കുള്ള ഒരാളായിരുന്നു ഞാൻ. അന്ന് വൈകുന്നേരം ഈ എഡ്വി ഒക്കോറോ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു വലിയ ആത്മപകർച്ചയുണ്ടായി. കുഞ്ഞുങ്ങളെല്ലാം ആത്മാവിൽ ഒരു വിവശതയിൽ വീണ്, അന്ന് ഈ തള്ളിയിടുക അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല, ആത്മവിവശതയിൽ അത് വീഴുവാൻ തക്കൊണ്ട് ഇടയായി. അവർ വീണിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ശക്തമായി പ്രവചിക്കാൻ തുടങ്ങി കുഞ്ഞുങ്ങൾ. ശക്തമായി പ്രവചിച്ചു. ഒരു വലിയ റിവൈവലിൻ്റെ സ്റ്റാർട്ട്. ആ റിവൈവലിലാണ് പാസ്റ്റർ പോൾ മാത്യൂസ് അടക്കം പാസ്റ്റർ സന്തോഷ് വർഗീസ് ഡുംഗർപൂരിൽ നിന്ന് ഞങ്ങളുടെ ലീഡർഷിപ്പിൻ്റെ നേരിൽ കാണുന്ന അനേകരുടെയും ജീവിതത്തിൻ്റെ, എൻ്റെയും ജീവിതത്തിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു ടേണിംഗ് പോയിൻ്റ് അതായിരുന്നു പറയാം. അവിടെ വെച്ചാണ് ഒരു വലിയ ആത്മപകർച്ചയുണ്ട്. പിന്നീട് അതേക്കുറിച്ച് അറിയുന്ന ടൊറൻറ്റോ ബ്ലെസ്സിങ്ങിൻ്റെ ഒക്കെ സമയമായിരുന്നു, ആ സീസൺ ആയിരുന്നത്. ഒരു വലിയ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ടായ ഒരു മൂവായിരുന്നത്. അപ്പം ഇന്ന് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ ക്രൂസൈഡ്, വലിയ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നു, പക്ഷേ അതിന് നിലനിൽക്കുന്ന ഒരു ഫലം കാണാൻ കഴിയാതിരിക്കുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ 95 മുതൽ ഇപ്പോൾ 30 വർഷം, ഏതാണ്ട് 30ാമത്തെ വർഷമാണിത്. വളരെ ശക്തരായിട്ടുള്ള ലീഡർ. അവിടെ നിന്ന് ഒരാൾ പോലും നഷ്ടപ്പെടാനിടയായില്ല. അന്ന് ഒരു 15, 16 അല്ലെങ്കിൽ 20 താഴെ പ്രായമുണ്ടായിരുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് അവർക്ക് 50ഓളം വയസ്സിനടുത്ത് എത്തിയിട്ടുണ്ട്. അവരെല്ലാം ശക്തരായ അത് പെൺകുട്ടികളാണെങ്കിലും അതുപോലെ തന്നെ അന്നുണ്ടായിരുന്ന ആൺകുട്ടികളും അവരെല്ലാം ശക്തരായ ശുശ്രൂഷകരായിട്ട് മാറുവാൻ തക്കൊണ്ടിടയായി. ഞാൻ 95
1995 ഞാൻ വിവാഹിതനാകുന്നത്, 1995. ആൻറ്റി എങ്ങനെ കണ്ടുമുട്ടി? ആൻറ്റിയെ കണ്ടുമുട്ടിയത് ഞങ്ങളുടെ ഒരു കുടുംബ സുഹൃത്ത് നീമച്ചിലുണ്ടായിരുന്നൊരു ആൻറ്റിയുണ്ട്, ഓക്കെ. ഞങ്ങൾ അമ്മണി ആൻറ്റി, നമ്മണി ടീച്ചറെന്ന് വിളിക്കും. അദ്ദേഹം എൻ്റെ അങ്കിളുമായിട്ട് സംസാരിക്കാനിടയായി, ഇങ്ങനെ ഒരു പെൺകുട്ടിയുണ്ട് ഈ സ്ഥലത്ത്. അപ്പോൾ ഞങ്ങളിവിടെ വന്നു. ആദ്യമായിട്ട് ഞാൻ വന്ന് കണ്ടു. 95 മെയ് 1 ഞങ്ങൾ കാണുവാനിടയായി. 2 ഞങ്ങൾ തീരുമാനിച്ചു. 9 ഞങ്ങളുടെ കല്യാണം ഉറച്ചു. 13 കല്യാണം കഴിഞ്ഞു. ആ മാസം അവസാനത്തോടുകൂടെ തന്നെ ഞങ്ങൾ ശുശ്രൂഷ മേഖലയിലേക്ക് പോയി. ഓക്കെ ഓക്കെ. അപ്പം ആൻറ്റി അപ്പം എവിടെ, നാട്ടിൽ തന്നെയായിരുന്നു? ആൻറ്റി നാട്ടിൽ തന്നെ വളർന്ന. ആക്ച്വലി 10 വയസ്സ് വരെ ജിജി വളർന്നത് സെക്കൻഡറാബാദിലായിരുന്നു. പപ്പായ്ക്ക് അവിടെ ജോലിയായിരുന്നു, ജിയുടെ പപ്പായ്ക്ക് ജോലിയായിരുന്നു അവിടെ, സെക്കൻഡറാബാദിലായിരുന്നു. അതിനുശേഷം ഇവിടെ വന്ന് ബാക്കി BCom പഠിച്ച് സെക്രട്ടറി പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ കല്യാണ സമയത്ത് ആൻറ്റി ഫുൾ ടൈം മിനിസ്ട്രിക്ക് താല്പര്യം? ഞാൻ അങ്ങനെ ഒരു സമർപ്പണം ഉണ്ടായിരുന്നു, പക്ഷേ എങ്ങനെ ചെയ്യുന്നു ഒന്നും അറിയത്തില്ലായിരുന്നു. ഒരു സമർപ്പണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഒരു 40 മിനിറ്റ് ഞങ്ങൾ സംസാരിച്ചു. ആ സംസാരിച്ച സമയത്ത് ഞാൻ ക്ലിയറായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് മനസ്സിലായിട്ടാണോ അതോ ദൈവം സ്വാധീനിച്ചാണെന്ന് എനിക്കറിയത്തില്ല. പൂർണ്ണമായിട്ട് മനസ്സിലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു അക്സെപ്റ്റ് ചെയ്യത്തില്ലായിരുന്നു. അത്ര ടഫ് ലൈഫായിരുന്നു. ടഫായിരുന്നു. അപ്പോൾ ഈ പാസ്റ്ററിൻ്റെ കൂടെ ഉള്ള ഈ ഒരു മിനിസ്ട്രിയിലെല്ലാം ആൻറ്റി ഫുൾ ടൈം എന്നേക്കാൾ കൂടുതൽ ഷീ ഈസ് വെരി മച്ച് ഡെഡിക്കേറ്റഡ്. വെരി മച്ച്. ഓക്കെ, പ്രൈസ് ഗോഡ്. പ്രത്യേകിച്ച് പാസ്റ്റർ ആൻറ്റി ഫേസ് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നി എന്തെങ്കിലും ഒരു അനുഭവം അങ്ങനെ ഷെയർ ചെയ്യാം? ആദ്യത്തെ ദിവസം മുതൽ തന്നെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. കാര്യം എന്താ വെച്ചാൽ ഞങ്ങൾ അവിടെ മധ്യപ്രദേശിൽ തിരിച്ച് ചെല്ലുമ്പം ചില പ്രശ്നങ്ങൾ കാരണം ഞാൻ താമസിക്കുന്ന വീട് പോലും എനിക്ക് നഷ്ടപ്പെട്ടു. വളരെ ഇതായിട്ട് പറയാൻ താല്പര്യപ്പെടുന്നില്ല ഞാൻ ആ വിഷയത്ത്. വ്യക്തിപരമായ കാരണം പലരെ ഹേർട്ട് ചെയ്യുന്ന വിഷയമായിരുന്നു, പറയാൻ താല്പര്യപ്പെടുന്നില്ല. കല്യാണം കഴിച്ച് ചെല്ലുമ്പോൾ പോകുന്നതിന് മുമ്പ് താമസിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ജിജിക്ക് നിർബന്ധമായി. ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് കുറച്ച് ദിവസം നിൽക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ പോയൊരു വീടൊക്കെ ശരിയാക്കിയിട്ട് നമുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞു. താല്പര്യം എൻ്റെ കൂടെ തന്നെ വരാൻ തയ്യാറാണെന്ന് വലിയ ഉത്സാഹത്തിൽ സമ്മതിച്ചതാണ്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് താമസിക്കാൻ സ്ഥലമില്ല. 10-12 എന്താ പറയുക കെട്ടുകളും പെട്ടികളും ഒക്കെ ആയിട്ട് അവിടെ ചെല്ലുന്നത്. ഏതായാലും അവിടെ ഉണ്ടായിരുന്ന സഹോദരങ്ങളെല്ലാം കൂടെ ചേർന്ന് അവിടെ ഒരു വാടക വീട് സംഘടിപ്പിച്ച് അതിൽ അവിടെ ഞങ്ങൾ പാർക്കാനിടയിൽ അവിടെ ഒരു സ്റ്റൗ പോലും കയ്യിൽ, കുക്ക് ചെയ്യാനൊരു സ്റ്റൗ പോലും കയ്യിലില്ല. ഞാൻ വിശ്വാസത്താൽ മാത്രം ജീവിച്ചിരുന്ന കൂട്ടത്തിൽ എൻ്റെ കയ്യിൽ ഒരു സമ്പാദ്യം ഇല്ലായിരുന്നു, ഒരു സേവിംഗും ഇല്ലായിരുന്നു, ഒരു രൂപ ഇല്ലായിരുന്നു. എന്നാൽ എനിക്ക് പറ്റുമെന്ന് എനിക്കറിയാമായിരുന്നു. ഞാനൊരു പക്ഷേ ജിജി നാട്ടിലായിരുന്നെങ്കിൽ എനിക്കൊരു മാസത്തിനകം എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. പിന്നെ അങ്ങോട്ട് എന്നാ പറഞ്ഞു, എനിക്ക് ബുദ്ധിമുട്ടുകളായിട്ട് തോന്നാത്തൊരു വ്യക്തിയാണ്. അപ്പം തന്നെ നമുക്കറിയാമല്ലോ, സഹോദരിമാരെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിച്ച് സാമാന്യം കംഫർട്ടബിളായിട്ടുള്ളൊരു സാഹചര്യത്തിൽ ജീവിച്ച് ആയിരുന്നുകൊണ്ടും വീട്ടിലെ ഇളയ മകളായിരുന്നുകൊണ്ടുമൊക്കെ എനിക്കറിയത്തില്ല അതൊക്കെ എങ്ങനെ സഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അറിയത്തില്ല. ഞാൻ എൻ്റെ കൂടെ താമസിച്ചിരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഡ്രഗ് അഡിക്ട്സ് ആയിരുന്നു. ഏറ്റവും വലിയ ഹൃദയഭേദകമായി ജിജിക്ക് തോന്നിയ വിഷയം അതാ. കൂടെ കിടക്കുന്നവർ ഡ്രഗ് അഡിക്ട്സ് ആണ്. വീട്ടിൽ താമസിക്കാൻ എൻ്റെ കൂടെ അവരുമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. ഇല്ല, ജിജിക്കാണെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടൊന്നും. അവസാനം ഒരാൾ അവിടെ നിന്ന് ഓടിപ്പോയപ്പോൾ ഞങ്ങളുടെ ഗ്യാസിൻ്റെ റെഗുലേറ്റർ അടക്കം അടിച്ചുകൊണ്ടാണ് പോയത്. കാരണം പുള്ളി ആ രീതിയിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. മറ്റു കാര്യങ്ങളൊന്നുമില്ല, വളരെ സ്നേഹം. ആ ഡ്രഗ് അഡിക്റ്റിൻ്റെ വീട്ടിൽ നിന്നാണ് അവിടുത്തെ ലോക്കൽ മലയാളികളൊന്നുമല്ല, അവിടുത്തെ ഒരു ലോക്കൽ ആ വീട്ടിൽ നിന്നാണ് ഞങ്ങൾക്കൊരു പഴയ സ്റ്റൗ കൊണ്ട് തരുന്നത്. അതിലാണ് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ കുക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചത്. പിന്നെ അതൊക്കെ ജീവിതത്തിൽ വലിയ ഇതൊക്കെ ഇങ്ങനെ ഓർക്കുന്നതല്ല, അതൊക്കെ രസകരമായ അനുഭവമായിട്ടാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. സിമ്പിളായിട്ട് എടുക്കും, അത്ര തന്നെ ബുദ്ധിമുട്ട് അതെനിക്ക് ഉൾക്കൊള്ളാൻ ഞാൻ സമ്മതിക്കും. നമുക്ക് പരിചയമൊന്നുമില്ല, നേരത്തെ അങ്ങനെ ഒരു ജീവിതം പരിചയമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ജിജി അതെങ്ങനെ ഫീൽ ചെയ്യുന്നൊന്നും എനിക്കത്ര അറിയത്തില്ലായിരുന്നു. പിന്നീട് പതുക്കെ നമുക്ക് പഠിക്കാനും പരസ്പരം സഹകരിക്കാനും ഒക്കെ തുടങ്ങി. അവിടുന്ന് ഞങ്ങൾ പിന്നെ ഉദയപൂരി വീണ്ടും പോയി. ഉദയപൂരിൽ ആ ചർച്ച് വിട്ടിട്ട് ഉദയപൂരി വീണ്ടും പോവുകയും ആ സമയത്ത് ജിജി പ്രഗ്നൻ്റ് ആയിരുന്നു. നാട്ടിൽ വരാനിടയായി. 95 ആ സമയങ്ങളിലാണ് ഈ സംഭവമൊക്കെ നടക്കുന്നത്. ഞാൻ പറഞ്ഞ ആ യൂത്ത് മിനിസ്ട്രിയുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ വീണ്ടും 96 ഞങ്ങൾക്ക് മോനുണ്ടായി. 96 ഫെബ്രുവരിയിൽ മോനെയും കൊണ്ട് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഉദയപൂരി വന്നു. കുടുംബമായിട്ട് ഞങ്ങൾ ഉദയപൂരിൽ 99 വരെ കുടുംബമായിട്ട് ഉദയപൂരിലായിരുന്നു. ഞാൻ മിക്കവാറും ഫീൽഡിലായിരിക്കും. അത് ജിജിയോട് ചോദിച്ചാൽ പറയും ഒരു 10-15 ദിവസമൊക്കെ അല്ലെങ്കിൽ ഒരു ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എനിക്ക് അടുത്ത ടാസ്ക് കിട്ടിയിരിക്കും. അങ്ങനെ ഞാൻ നിരന്തരമായിട്ട് യാത്ര ചെയ്യുകയും
ഒത്തിരി ചാലഞ്ചസ് കുഞ്ഞിനെ വളർത്തുന്ന വിഷയത്തിൽ ജിജിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് വളരെയധികം. ആക്ച്വലി ആരെങ്കിലും ഒരു പ്രൈസ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജിജി ചെയ്തിട്ടുള്ളൂ. ഞാനൊരു പ്രൈസും പേ ചെയ്തിട്ട് തോന്നാറില്ല. കാരണം ഐ ഓൾവേസ് എൻജോയ്ഡ്. നമുക്കൊന്നും ഇല്ലായിരുന്നല്ലോ, പേ ചെയ്യാനൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് കിട്ടിയതെല്ലാം പറഞ്ഞത് ദൈവം തന്ന അനുഗ്രഹങ്ങളല്ലാതെ മറ്റൊന്നും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് നഷ്ടപ്പെടാനൊന്നും ഇല്ലായിരുന്നു, സ്വന്തമായിട്ടൊന്നും ഇല്ലായിരുന്നു. പാസ്റ്റർ ഒറീസ വരാനുള്ള കാരണം എങ്ങനെയാണ് ഒറീസ വരുന്നത്? ആദ്യ സമയത്ത് തന്നെ ഒറീസക്കാരെയൊക്കെ പരിചയപ്പെടാനിടയായി. പിന്നെ ഞാൻ എല്ലാ ഫീൽഡുകളും 96 മുതൽ 99 വരെയുള്ള 3 വർഷം ഫിലദൽഫിയയ്ക്ക് വേണ്ടി എല്ലാ ഫീൽഡുകളും വിസിറ്റ് ചെയ്ത് പാസ്റ്റർമാരുടെ വിഷയങ്ങളൊക്കെ ഡീൽ ചെയ്യുകയും അവിടുത്തെ അവസ്ഥകളൊക്കെ കാണുവാനൊക്കെ ഇടയായി. അങ്ങനെ 97 നവംബറിലാണ് ഞാൻ ആദ്യമായിട്ട്, അതിനു മുമ്പ് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷേ 97 നവംബറിൽ ഞങ്ങളുടെ സീനിയർ പാസ്റ്ററായിരുന്ന ഒരു കോരിഷ് മൊഹറിയ എന്ന് പറഞ്ഞൊരാളുടെ കൂടെ ഞങ്ങൾ യാത്ര ചെയ്യാനിടയായി. അന്ന് ജഗ്ദൽപൂരിൽ ഇറങ്ങി ഞങ്ങൾ 2 പേരും ഓരോ സൈക്കിൾ വാങ്ങിച്ചു. ആ സൈക്കിളിൽ 80 കിലോമീറ്റർ ഞങ്ങൾ ഒഡീസയ്ക്കുള്ളിൽ യാത്ര ചെയ്യാനിടയായി. എന്നിട്ട് അവിടെയുള്ള കർത്തദാസന്മാർക്ക് ആ സൈക്കിൾ കൊടുക്കാനും കൂടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് യാത്ര ചെയ്യാനും അത് പ്രയോജനപ്പെട്ടു. ആ യാത്രയിൽ ഒറീസയെക്കുറിച്ച് ദൈവം വളരെ വ്യക്തമായ ആലോചനകൾ തന്നിട്ടുണ്ടായിരുന്നു മുന്നോട്ടുള്ള മിനിസ്ട്രിയുടെ വിഷയത്തിലൊക്കെ. പക്ഷേ ആ യാത്രയിലാണ് ഒറീസയെക്കുറിച്ചൊരു പാഷൻ കൂടുതലായിട്ട് വരാൻ തക്കനിടയായത്. അത്രയും ദുർഗമമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ വേണ്ടത്ര ഫെസിലിറ്റി ഒന്നുമില്ല ദേവദാസന്മാരായിരിക്കുമ്പോൾ അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും ഈ മിനിസ്ട്രി ഇങ്ങനെയല്ല, ഇതിനെ വളരെ മടങ്ങും ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകളുണ്ടെന്നുള്ള ഒരു ഉത്ബോധം കർത്താവ് തന്നുകൊണ്ട് കൂടുതൽ സമയം 97 ലാസ്റ്റ് മുതൽ ഒറീസയിൽ ചിലവാക്കാൻ തുടങ്ങി. അങ്ങനെ അപ്പോൾ വ്യക്തമായിട്ട് ആലോചനകൾ ദൈവം തന്നു. പാസ്റ്റർ വന്നപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്തോ പ്രായം കാണും? ഞാൻ വന്ന് പറഞ്ഞില്ലേ, 6 മാസം അന്ന് മോൻ 6 മാസമേ ഉള്ളൂ. മോള് ജനിച്ച് ഒറീസയിലാണ്. മോൻ 6 മാസം പ്രായപ്പോഴാണ് വന്നത്. പക്ഷേ മോന് ഏതാണ്ട് 3 വയസ്സായപ്പോഴാണ് ഞങ്ങൾ കുടുംബമായിട്ട് 99 ഞങ്ങൾ കുടുംബമായിട്ട് ഒറീസയിലേക്ക് വരുന്നത്. അപ്പം അവിടെ വരുന്നതിന് ജിജിക്ക് പല തടസ്സം ഉണ്ടായിരുന്നു. എനിക്ക് അറിയത്തില്ല, കേൾക്കുന്നവരെല്ലാം ഡിസ്കറേജ് ചെയ്തു. ഒറീസ പോലെ ബാക്ക്വേർഡ് സ്ഥലത്ത് എങ്ങനെ കുഞ്ഞുങ്ങളെ എന്നാലൊരു ദൈവം ജിജിയോട് നേരിട്ട് സംസാരിക്കാനിടയായി. മേരി ആൻറ്റിയോട് ദൈവം സംസാരിക്കാനിടയായി. അവരൊക്കെ വ്യക്തമായിട്ട് മേരി ആൻറ്റി അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തു വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ജോൺസിക്ക് അവിടെ ശുശ്രൂഷയുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ ലീഡർഷിപ്പിനെ മറുതലിച്ച് ഒരു കാര്യം ഞാൻ ഒരിക്കലും ചെയ്യത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ പോകാനായിട്ടുള്ള തീരുമാനം എടുത്തപ്പോൾ ഈ കേരളത്തിൽ നിന്ന് വന്നൊരു ദേവദാസി പോകുന്ന റൂട്ട് അടക്കം നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുഴുവൻ വളരെ ശക്തമായ ദൂതായിട്ട് അനേക മിനിറ്റുകൾ കറക്റ്റായിട്ട് ഓർമ്മയില്ല എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള രൂപരേഖ കർത്താവ്. അത് അജിജി കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആകാനിടയായി. പിന്നെ അവിടെ പോയപ്പോൾ വളരെ ചാലഞ്ചിങ്. ഈ പറഞ്ഞ പോലെ വീണ്ടും ഉദയപൂർവമായി സെറ്റിലായതാണ്. പിന്നെയും കുറച്ച് കെട്ടുകൾ മാത്രമായിട്ട് അവിടെ ചെന്നിറങ്ങി എങ്ങനെ തുടങ്ങണം എവിടെ തുടങ്ങണമെന്നൊന്നും അറിയത്തില്ല. ഒരു വാടക വീട് അവിടെ എടുത്ത് പ്രവർത്തിക്കാൻ തുടങ്ങി. പ്രവർത്തനം ദൈവം വിജയമാക്കി. 200ഓളം പേർ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പല ആളുകളും വിദ്യാസമ്പന്നരും ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള പല ആളുകളും വന്ന് കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചവരെയൊക്കെ സ്നാനപ്പെടുത്താൻ കർത്താവ് അവസരം നൽകി. അപ്പം ഓരോ ദിവസവും കർത്താവ് ഒരു ഉറപ്പ് തന്നുകൊണ്ടിരുന്നതാണ്, നമ്മുടെ കർമ്മഭൂമി എന്ന് പറയുന്നത് ഇതാണെന്നുള്ള ഒരു വലിയ ഒരു ഉറപ്പ് ദൈവം തന്നു. ആ സ്ഥലത്തിന്റെ പേര് ഏതായിരുന്നു? ജയ്പൂർ എന്ന് പറയും. രാജസ്ഥാൻ ജയ്പൂർ അല്ല, ഒറീസയിലെ ജയ്പൂർ. ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത് 40 കിലോമീറ്റർ ദൂരെ. പാസ്റ്റർ ഫിലഡൽഫിയ ചർച്ചിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടല്ലേ ഇപ്പം വർക്ക് ചെയ്യുന്നത്? അപ്പം ഇപ്പം പാസ്റ്ററിന്റെ മിഷൻ എന്താണ്, അല്ലെങ്കിൽ വാട്ട് ആർ യു ഡൂയിങ് നൗ? ഫിലഡൽഫിയ ഫെലോഷിപ്പ് ചർച്ചിൽ ഉത്തരവാദിത്തങ്ങൾ മാത്രമാണ്. പൊസിഷന് വെറും ഉത്തരവാദിത്തങ്ങൾ മാത്രമേ ഉള്ളൂ. ഉത്തരവാദിത്തം കൂടുന്നേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് യാതൊരു എന്താ പറയുന്നത് ഒരു മഹത്വമൊന്നുമില്ല. ഇങ്ങനെയുള്ള പോസ്റ്റുകൾക്കൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ കൊടുക്കാറുമില്ല വിഷയത്തിൽ. ഞാൻ സൈലൻ്റായിട്ട് ഫിലഡൽഫിയ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ എക്സിക്യൂട്ടീവ് ബോർഡിൽ 25 വർഷത്തിലധികമായി. കറക്റ്റ് ഡേറ്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. മോർ ദാൻ 25 years ആയി. ഈയിടെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത്രയും വർഷം ഞാൻ നാഷണൽ കൗൺസിൽ ചെറിയ പ്രായത്തിൽ നാഷണൽ കൗൺസിൽ വന്നതാണ്. കാരണം ഒരു പൊളിറ്റിക്സോ അങ്ങനെയുള്ള കാര്യങ്ങളില്ലാത്തൊരു പ്രസ്ഥാനമാണിത്. അതുകൊണ്ട് ആർക്ക് പണി ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യാൻ കഴിവുണ്ടോ അവരെ ദൗത്യങ്ങൾ ഏൽപ്പിക്കുക, പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇലക്ഷൻ ഇല്ല, സെലക്ഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ പാസ്റ്റർ തോമസ് മാത്യൂസ് എന്നെ ആ സ്ഥലത്ത് കൊണ്ടുവന്ന് ഡെവലപ്പ് ചെയ്യാൻ തൊക്കെ ഇടയായി. എന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രൂം ചെയ്തത് അങ്കിളാണ്. അങ്കിളുടെ പാസ്റ്റർ അങ്കിൾ ഞങ്ങൾ വിളിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് അറിയായിരുന്നു ഒരു ലീഡറായിരുന്നുകൊണ്ടും വളരെ എൻ്റെ ഭാവി കാണാൻ കഴിഞ്ഞതുകൊണ്ടുമാണ് എനിക്ക് പോലും ഇല്ലാത്ത കോൺഫിഡൻസ് എന്നെക്കുറിച്ച് പാസ്റ്ററിനുണ്ടായിരുന്നു.
ഞാൻ എന്തും ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഏത് കാര്യം ഏൽപ്പിച്ചാലും അത് ചെയ്യും. അങ്കിൾ പറയായിരുന്നു ഇപ്പോൾ ഒരു ഹെലികോപ്റ്റർ പറപ്പിക്കണം എന്ന് പറഞ്ഞാലും ജോൺ സി എന്ന് പറയും. പൊക്കത്തില്ലെന്ന് പറയത്തില്ല എന്ന സമയത്ത്. ഇപ്പൊ കുറച്ചുകൂടെ ട്രൈ ചെയ്യും, ഒരു ട്രൈ കൊടുക്കും. ആ ട്രൈ ഒന്നും ഫെയിൽ ആകാറുമില്ല. അതാ ചെയ്ത ട്രൈ എല്ലാം ദൈവകൃപയാൽ ഫെയിൽ ആയിട്ടില്ല. അപ്പം അങ്കിളിന് എന്നെ വലിയ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആൻറ്റിക്ക് എന്നെക്കുറിച്ചൊരു വലിയ ദർശനം ഉണ്ടായിരുന്നു. അതൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ തക്കണം. അല്ലെങ്കിൽ അങ്ങനെയാണ് അവിടുന്ന് അങ്കിൾ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് 10 വർഷത്തോളം ഞാൻ അങ്കിളുടെ കൂടെ ഉണ്ടായിരുന്നു. 99 വരെയുള്ള സമയം, 88 മുതൽ 99 വരെയുള്ള സമയം നേരിട്ട് അങ്കിളുടെ നിയന്ത്രണത്തിലായിരുന്നുകൊണ്ട് പല കാര്യങ്ങളും പഠിക്കാനും ഡിസിപ്ലിൻഡ് ആകുവാനും കർത്താവ് സഹായിച്ചു. ഇന്ന് പലർക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഒരു ശിഷ്യത്വം ലഭിക്കാത്തത് കൊണ്ടാണ്. അനേകരെ ശിഷ്യരാക്കാൻ തക്കൊണ്ട് ശ്രമിക്കുമ്പോൾ ശിഷ്യത്വത്തിൻ്റെ ഒരു പരിചയമില്ല. ഇന്നും അതുകൊണ്ട് ഞാൻ തമ്പി അങ്കിളിനെ ആശ്രയിക്കുന്നൊരു വിഷയം അതാണ്. എനിക്ക് എപ്പോഴും മുകളിലൊരാൾ വേണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് എപ്പോഴും. കാരണം ആ ശിഷ്യത്വത്തിൻ്റെ സന്തോഷം ക്രിസ്തീയ ജീവിതത്തിൽ അത് നമ്മൾ ഒരു പ്രാവശ്യം അനുഭവിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു, നമ്മൾ ഒരിക്കലും ശിഷ്യരെക്കാൾ ഉയർന്നു പോകുന്ന, അല്ലെ ശിഷ്യത്വത്തിൻ്റെ ലെവലിൽ നിന്ന് ഉയരരുതെന്നാണ് പറയുന്നത്. നമ്മൾ നേതൃത്വം വരുമ്പോഴും ക്രിസ്തു ശിഷ്യനായിട്ട് തന്നെ ഇരിക്കാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാകണം. അത് ദൈവം പഠിപ്പിച്ചു. ഫസ്റ്റ് ഇപ്പം പറഞ്ഞു തമ്പി മാത്യു ഇപ്പം എക്സൽ മിനിസ്ട്രീസിൻ്റെ ചെയർമാൻ ആയിരിക്കണം. തമ്പി മാത്യു എങ്ങനെ പരിചയപ്പെടാനല്ലേ? എക്സൽ മിനിസ്ട്രീസിൻ്റെ ചെയർമാനൊക്കെ ആകുന്നതിനും വർഷങ്ങൾക്ക് മുമ്പേ, അതായത് 88 മുതൽ തന്നെ തമ്പികളുമായിട്ട് ഞങ്ങളുടെ മിനിസ്ട്രിയുമായിട്ട്, ഫിലഡൽഫിയ മിനിസ്ട്രിയുമായിട്ട് വളരെ ക്ലോസ്ലി അസോസിയേറ്റഡ് ആണ്. ഫിലഡൽഫിയയുടെ ബൈബിൾ കോളേജ് അല്ലെങ്കിൽ ട്രെയിനിങ് സിസ്റ്റം എന്ന് പറയുന്നതിൻ്റെ ദർശനം പാസ്റ്റർ തോമസ് മാത്യു ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഈക്വൽ പാർട്ട്ണർഷിപ്പ് ഏറ്റെടുത്തത് മസ്കറ്റിലായിരുന്ന സമയത്ത് തമ്പിയങ്ങളാണ്. അപ്പോൾ അവർ പറയുമായിരുന്നു, അവർ കോ ഫൗണ്ടേഴ്സാണ് അതിൻ്റെ. തോമസ് മാത്യൂസ് അങ്കിൾ വളരെ രസകരമായിട്ട് അത് അവതരിപ്പിക്കുക വിഷയങ്ങൾ. ആരാണ് അച്ഛൻ ആരാണ് അമ്മ എന്നറിയത്തില്ല, പക്ഷേ ഞങ്ങൾ രണ്ടുപേരുടെ തുടങ്ങിയത് പറയുന്നത് ബർത്ത്. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് ബിഗിനിങ്. ഇന്ന് ആയിരക്കണക്കിന് നല്ല ശക്തരായ ദേവദാസന്മാരെ ഡെവലപ്പ് ചെയ്യാൻ ആ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. അപ്പോൾ അങ്കിളിനെ പരിചയപ്പെടുന്ന അന്നാണ്, അതുമുതലാണ്. അപ്പോൾ പിന്നീടാണ് എക്സൽ മിനിസ്ട്രിയുമായിട്ടൊക്കെ തമ്പിച്ചാന് പരിചയപ്പെടാനും കാര്യങ്ങളൊക്കെ. പക്ഷേ വർഷങ്ങളായിട്ട് ഫിലഡൽഫിയ മിനിസ്ട്രിയുമായിട്ട് വളരെ അസോസിയേറ്റഡ് ആയിരുന്നു. അപ്പം അങ്കിൾ മരിക്കുന്ന ആ സമയങ്ങളിൽ തന്നെ ഞങ്ങൾ കുറച്ച് കൂടുതൽ അടുക്കാനിടയായി. അങ്ങനെ ആദ്യമായിട്ട് ഒറീസയിലേക്ക് വരാനിടയായി അങ്കിൾ 2003, 2004 വർഷങ്ങളിലാണ് അങ്ങനെ സംഭവിച്ചത്. പിന്നെ തുടർന്നുള്ള വർഷങ്ങളിലെല്ലാം അങ്കിൾ സ്ഥിരമായിട്ട് അവിടെ വരികയും, അപ്പം ഞങ്ങൾ ഈ കുട്ടികളെ 10-13 കുട്ടികളെ അവിടെ ഈ സുനബേഡയിൽ ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വന്നതിന് ശേഷം, ഇതും വളരെ കൃത്യമായ ദൈവാലോചനയായിരുന്നു. എങ്ങനെ പോകണം, ഏത് സ്ഥലത്താണ്. അപ്പോൾ ചെന്നപ്പോൾ അവിടെ വീടുകളൊന്നുമില്ല. പിന്നെ ഞങ്ങൾക്ക് എല്ലാം ഫ്രീ ആയിട്ട്, എവിടെ ചെന്നാലും മറ്റുള്ളവർ പണിഞ്ഞ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇപ്പം താമസിക്കുന്ന സ്ഥലം ഒരുപക്ഷെ ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ സ്ഥലം വേറൊരു ഫോറിനർ പണിഞ്ഞതാണ്. അവരവിടെ മിനിസ്ട്രി ഫെയിലായി. അതിനും പ്രത്യേക കാരണങ്ങളുണ്ട്, അതും തുറന്നു പറയാൻ പറ്റത്തില്ല. ആ മിനിസ്ട്രി ഫെയിലായ സമയത്ത് ഞങ്ങളത് ഏൽപ്പിക്കാനിടയായി. അത് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യമാണ്. എൻ്റെ മുഖം ഒരു സ്വപ്നത്തിൽ അദ്ദേഹം കാണുകയും, അപ്പോൾ ഞാൻ അവിടെ വന്ന് ശുശ്രൂഷിക്കുന്ന കാര്യമൊക്കെ എനിക്ക് അതിനെക്കുറിച്ച്. എന്നാൽ കോട്ടയത്തുള്ളൊരു ദൈവദാസൻ, ഒരു പാസ്റ്റർ തോമസ്, അക്കാലത്ത് അവിടെ വന്നു. ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ജോർജ് സി ടൈറ്റസ് എന്ന് പറയുന്ന ഒരു ദൈവദാസനുണ്ട് അമേരിക്കയിലുള്ള. അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിൽ ഞങ്ങളുടെ ക്രൂസൈഡ് നടത്തി അവിടെ. ആ സമയത്ത് വന്ന അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു ഈ പാസ്റ്റർ തോമസ്. അദ്ദേഹം വളരെ വ്യക്തമായ ആലോചന പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയല്ല, പല ഭാഷകൾ സംസാരിക്കുന്ന ഒറീസയിൽ തന്നെ വേറൊരു സ്ഥലത്തേക്ക് ദൈവം നിങ്ങളെ. അപ്പോൾ അതിന് മുമ്പ് തന്നെ കർത്താവ് ഞങ്ങളോട് സംസാരിക്കാൻ തുടങ്ങിയ വിഷയത്തിൽ അവിടെ നിന്ന് മാറണം, ജയ്പൂരിൽ നിന്ന് മാറാനുള്ള. സുനബേഡയിൽ വന്ന് ഞങ്ങൾ പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചു. അതൊന്നും അദ്ദേഹത്തിന് അറിയത്തില്ല. എന്നാൽ വളരെ വ്യക്തമായ ആലോചന പറഞ്ഞു, വീണ്ടും പുഷ് ചെയ്യാൻ തുടങ്ങി അദ്ദേഹം. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ആയിരിക്കുന്ന സമയത്താണ് ഈ ജോൺ പി ബ്രിഡ്ജ് എന്ന് പറയുന്ന ദൈവദാസൻ ഞങ്ങളെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ, ഈ പ്രസ്ഥാനങ്ങളൊക്കെ ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ തക്കൊണ്ട് റെഡിയായത്. അങ്ങനെ അവിടുന്ന് തുടങ്ങിയ, അതും സ്ക്രാച്ചായിരുന്നു, മുഴുവൻ തകർന്നു പോയ ഒരു സാഹചര്യത്തിൽ തുടങ്ങി അത് വളരെ ശക്തമായൊരു സഭയായി രൂപപ്പെടാനിടയായി. അത് മൊത്തം ചെറുപ്പക്കാരെ, 3 വയസ്സുള്ള കുഞ്ഞുങ്ങളെ എടുത്ത് ജിജിയും ഒരു ടീമും വർക്ക് ചെയ്യാൻ തുടങ്ങി. ഒരു 15-16 വയസ്സുള്ള ടീൻസിലുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ തുടങ്ങി പ്രവർത്തനം. ആ പ്രവർത്തനം വളരെ ശക്തമായിട്ട് ഡെവലപ്പാകാൻ തുടങ്ങി. ഇന്ന് 300-ലധികം കുടുംബങ്ങളോടുണ്ട്.
1000-ലധികം വിശ്വാസികൾ, ഉണ്ട്. 5 സൺഡേ സർവീസുകളായിട്ടിരിക്കുന്നു. ഞങ്ങളുടെ മെയിൻ ഹാളിൽ തന്നെ 2 സർവീസുണ്ട്. അതെ, എനിക്കറിയാം. കഴിഞ്ഞ വർഷം 2-3 വർഷം ഞാൻ VBS ഇവിടെ വന്നപ്പം ഞാൻ കണ്ടതാണ്. നല്ലൊരു ഇറ്റ്സ് എ ഗുഡ് അറ്റ്മോസ്ഫിയർ. ചർച്ച് ഫുൾ ആൾക്കാരുണ്ട്, നല്ല ഡെഡിക്കേറ്റഡ് ആൾക്കാരുണ്ട്. പിന്നെ എല്ലാം ഹോം ഗ്രോൺ, അവിടെ തന്നെ തയ്യാറായ ശുശ്രൂഷയിൽ അവിടെ തന്നെ നമ്മൾ ട്രെയിൻ ചെയ്തെടുത്ത ആളുകളാണ് അവിടെ ശുശ്രൂഷിക്കുന്നത്. പാസ്റ്റർ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു നല്ല ടീമുണ്ട് അവിടെ. ടീമുണ്ട്. ആ മുഴുവൻ ടീം അവിടെ ഉണ്ട്. ആ ടീം മൊത്തം അവിടെ ഡെവലപ്പ് ചെയ്തെടുത്തവരാ, പുറത്തുനിന്ന് ആരുമില്ല. ഓക്കെ. പാസ്റ്റർ മെയിനായിട്ട് ഇപ്പം മിഷൻ അല്ലേ ഫോക്കസ് ചെയ്യുന്നത്? മിഷൻ അല്ലേ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം മുന്നോട്ടുള്ള നമ്മളെ അല്ലെങ്കിൽ അനേക വിശ്വാസികളുണ്ട്, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അനേകരുണ്ട്. അവരോട് എന്താ പാസ്റ്ററിന് ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ പറ്റുന്നത്? കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ നമ്മുടെ കൾച്ചർ മറക്കുക. നോർത്ത് ഇന്ത്യയിൽ ദൈവം അയച്ചെങ്കിൽ നമ്മുടെ കൾച്ചറും നമ്മുടെ ആത്മീയതയെക്കുറിച്ചുള്ള ദർശനങ്ങൾ മാറ്റുക. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കാര്യം, ദൈവത്തോട് കൃപ പ്രാപിക്കുക. ആ സ്ഥലത്തെ ആ വ്യക്തികളിൽ ഒരാളായി മാറാൻ, അല്ലെങ്കിൽ ആ ദേശത്തെ ഉള്ള ഒരുവനായിട്ട് മാറാൻ, ഒരു ഐഡൻറ്റിറ്റി അവരോട് താതാത്മ്യം പ്രാപിച്ച് ഐഡൻറ്റിഫൈ ചെയ്ത് പൂർണ്ണമായിട്ടുള്ള അവരൊരാളായിട്ട് മാറാൻ കഴിയണം. നമ്മൾ പലപ്പോഴും ക്രോസ് കൾച്ചറൽ ഇവാഞ്ചലിസത്തിൻ്റെ ഒരു പ്രോബ്ലം, നമ്മൾ പോയി നമ്മുടെ കൾച്ചറിലേക്ക് ആളുകളെ കൺവേർട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പലപ്പോഴും അത് പല നിലകളിലും പരാജയപ്പെടും. എനിക്കറിയാം, പല സ്ഥലത്തും നമ്മുടെ മലയാളികളായ ദേവദാസന്മാർ വളരെ അധ്വാനിച്ച് വളരെ കഷ്ടപ്പെട്ട് പലപ്പോഴും അടിയും മർദ്ദനവും ഒക്കെ ഏൽക്കാനിടയായിട്ടും ശുശ്രൂഷ വളരാതിരിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത, ഒരു റീസൺ ഞാൻ പഠിച്ചത്, അവരൊരിക്കലും അവരുടെ കൾച്ചർ വിട്ട്, ഞാൻ പറയുന്ന ആത്മീയതയെ കോംപ്രമൈസ് ചെയ്യുന്ന വിഷയമല്ല, വേറെ ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്കില്ല ആത്മീയ വിഷയങ്ങൾ. എന്നാൽ കൾച്ചറലായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് വിട്ടുവീഴ്ചകൾ ചെയ്യാനുള്ള മനസ്ഥിതി ഉണ്ടാകണം. അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് മിഷൻ മുന്നോട്ട് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ, ദൈവവിളി ഇല്ലാത്തതുകൊണ്ടല്ല, സമർപ്പണബോധം ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷേ വ്യക്തമായിട്ടുള്ള ധാരണ ഈ വിഷയങ്ങളെക്കുറിച്ച് ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും കമ്മ്യൂണിറ്റിക്കകത്ത് വലിയ എന്നാ പറയുന്നത് ഡിവിഷൻസ് ഉണ്ടാകുന്ന അവസ്ഥകൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് അതിനുള്ള ദൈവകൃപ നമ്മൾ പ്രാപിക്കണം. ഭക്ഷണമാണെങ്കിലും വേഷമാണെങ്കിലും നമ്മുടെ ഇടപാടുകളൊക്കെ ആ കൾച്ചറുമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ ശ്രമിച്ചാൽ നമുക്കത് സാധിക്കും. മൂന്നാമത്, പ്രാർത്ഥനയല്ലാതെ വേറെ ഒരു വഴിയില്ല. പ്രാർത്ഥിക്കുകയല്ലാതെ നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ മിഷൻ കർത്താവിൻ്റേതായതുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നിന്ന് കേൾക്കുക. അടുത്ത് പറയാനുള്ള കാര്യം, നമ്മൾ പലപ്പോഴും പെന്തക്കോസ്ത് സഭകളിൽ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അന്യഭാഷ കൊണ്ട് തന്നെ ലിമിറ്റ് ചെയ്യുക. എന്നാൽ പരിശുദ്ധാത്മാ അവൻ്റെ പകർച്ച ആദ്യമായിട്ട് പെന്തക്കോസ്തിൻ്റെ ദിവസം ഉണ്ടായപ്പോൾ സംഭവിച്ച അവരുടെ കാതുകൾ തുറക്കപ്പെട്ടു, അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു, അവരുടെ ഹൃദയം ഏറിയ എന്താ പറയുന്നത് ധൈര്യം കൊണ്ട് നിറഞ്ഞ് അവരെഴുന്നേറ്റ് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ സംസാരം അവസാനത്തെ ഭാഗമാണ്. നമ്മൾ പെർസ്വേഡ് ചെയ്യും, ആളുകളെ ചെയ്യും. പക്ഷെ നമ്മുടെ കണ്ണും കാതും തുറന്നിട്ടുണ്ടോ സ്വർഗത്തിൻ്റെ ശബ്ദം കേൾക്കാനും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കാണാൻ? യേശു പറഞ്ഞു, എൻ്റെ പിതാവ് ചെയ്ത് കാണുന്നതാ. വി ആർ സിംപ്ലി റിപ്പോർട്ടേഴ്സ്. നമ്മൾ കാണുന്നത് പറഞ്ഞാൽ മതി, അത്രയേ ഉള്ളൂ നമുക്ക് പണി. കേൾക്കുന്നത് പ്രസ്താവിച്ചാൽ മതി. അപ്പോൾ അതല്ലാതെ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് പ്ലാൻ ചെയ്ത് ഒന്നും കേൾക്കാതെ ഒന്നും കാണാതെ എടുത്ത് ചാടി പല കാര്യങ്ങളും ചെയ്ത് നമ്മൾ പ്രശ്നത്തിലകപ്പെടാറുണ്ട്. പല കാരണങ്ങളുണ്ട്. എനിക്ക് പറയാനുള്ള അത്രയേ ഉള്ളൂ, ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക. പരിശുദ്ധാത്മാവിനാൽ കണ്ണും കാതും ഒക്കെ തുറക്കപ്പെട്ടവരായിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ വളരെ ശ്രദ്ധയോടെ ജീവിക്കുക. പ്രാർത്ഥന, അതുപോലെ തന്നെ ജനങ്ങളുമായിട്ട് താതാത്മ്യം. കർത്താവ് കാണിച്ച് തന്ന മാതൃക ഏതാണല്ലോ അല്ലേ? സ്വർഗത്തിൽ അത്യുന്നതകളിൽ നിന്ന് ഇറങ്ങി വന്ന് ഏറ്റവും താണ രീതിയിൽ താൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നതൊക്കെ കർത്താവിന് സഹായിച്ചു. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ എല്ലാം അങ്ങനെ അഭ്യസിപ്പിച്ചു. പൗലോസിനെ പോലുള്ള ആളുകൾ സോഷ്യൽ സ്ട്രാറ്റയിൽ എത്രയോ ഹയർ ലെവലിലുണ്ടായിരുന്നു താണു വന്ന് ഏറ്റവും സാധാരണക്കാരൻ്റെ ഒരാളായി മാറാൻ കഴിഞ്ഞെങ്കിൽ കർത്താവ് പഠിപ്പിക്കാത്തൊരു മാതൃക നമ്മൾ അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചാൽ പരാജയമായിരിക്കും. ഇന്നത്തെ പല മിഷൻ മോഡൽസും കർത്താവിൻ്റെ സ്കൂളിൽ നിന്നുള്ളതല്ല. അപ്പം നമുക്ക് വിജയകരമായിട്ട് മുന്നോട്ട് പോകണം, ഇത്രേ പറയാനുള്ളൂ. കർത്താവിൽ നിന്ന് കേട്ട് പഠിക്കുക, കർത്താവിനെ കണ്ടു പഠിക്കുക, കർത്താവ് ശിഷ്യന്മാർ അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ ജീവിച്ചതുപോലെ ജീവിക്കാൻ തക്കവണ്ണം ശ്രമിച്ചാൽ അപ്പം നമുക്കൊരു പക്ഷേ എന്നെപ്പോലെ വീടുകൾ ഉണ്ടാക്കാൻ പറ്റത്തില്ല, സൗകര്യങ്ങൾ. എനിക്കിതുവരെ ഒരു വീട് ഭൂമിയിലെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, അതൊരാവശ്യമായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പോൾ തോന്നുന്നുണ്ട് ചിലപ്പോഴൊക്കെ കുഞ്ഞുങ്ങളുടെ കല്യാണ സമയത്തൊക്കെ വീട് പാഴ്സനേജ് ഇപ്പോൾ പണി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ കർത്താവിൽ ആശ്രയിച്ചത് മുന്നോട്ട് കൊണ്ടുപോയാണ്.
ഇപ്പം നമ്മുടെ ചർച്ചിൽ ഏകദേശം എത്ര ഫാമിലീസ് കാണും? 300-ലധികം ഫാമിലീസ് ഉണ്ട്. അപ്പോൾ ഒരു സൺഡേ കൂടുമ്പോൾ എത്ര പേര് കാണും? ഒരു സൺഡേ ഒരു സർവീസിൽ 250. നമ്മൾ ഇരിക്കുന്ന കസേരയൊന്നും ഇട്ടല്ലല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം ഏകദേശം 250-300 ഇടയ്ക്ക് ഒരു സർവീസിലുണ്ട്. 2 സർവീസ് ഉണ്ടായ 450-500 പേര് കാണും. കുഞ്ഞുങ്ങളെയും കൂട്ടാം. ഞങ്ങൾ കുഞ്ഞുങ്ങളെ ഇരുത്താൻ പറ്റുന്നില്ലേ. കിഡ്സിന് വേണ്ടി ഞങ്ങൾ വേറെ ഒരു സർവീസാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ സൺഡേ സ്കൂൾ എന്ന് പറയുന്നത് കിഡ്സ് സർവീസാണ്. അത് പാരലായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ 300-ലധികം കുഞ്ഞുങ്ങളുണ്ട്. ഒരു 30 പിള്ളേർ വെച്ച് 5 സ്ഥലങ്ങളിൽ ഇരിക്കുന്നുണ്ട് സൺഡേ സ്കൂളായിട്ട്. 150ഓളം പേര് നമ്മുടെ മെയിൻ ഹാളിൽ തന്നെയുണ്ട്. പിന്നെ ബ്രാഞ്ച് ചർച്ചുകളിലുണ്ട്. എല്ലാം കൂടെ നോക്കിയാൽ വലിയൊരു ഹ്യൂജ് നമ്പറാണ്. എക്സൽ മിനിസ്ട്രീസ് നന്നായിട്ട് അറിയാം. കാരണം പാസ്റ്ററിന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ അനുഭവങ്ങൾ, what do you feel that it was felt very happy, you felt very happy? കഴിഞ്ഞ ദിവസം മോളുടെ മാരേജ് ആയിരുന്നു. ഗ്രേസ് ആൻഡ് വെസ്ലി ആ മാരേജിന് ഞങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് ദൈവം ഞങ്ങൾക്കൊരു അവസരം തന്നു. ഇറ്റ് വാസ് വെരി ഗുഡ് ആൻഡ് ഗ്രേറ്റ് മാരേജ്. ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ എടുത്ത് പറയത്തക്ക ഏറ്റവും വലിയ സന്തോഷം ലേറ്റസ്റ്റ് ഇത് തന്നെയാണ് സന്തോഷം. കാര്യം പല ചലഞ്ചസ് ഉണ്ടായിരുന്നു. പല കല്യാണ ആലോചനകളും വരുമ്പോഴും ആളുകൾ ചോദിക്കുമായിരുന്നു, അവിടെ നല്ല സ്കൂളുണ്ടാവും, എവിടെയാണ് കുഞ്ഞുങ്ങൾ പഠിച്ചത്, ICC സ്കൂളുണ്ടെന്നൊക്കെ ചോദിച്ച ആളുകളുണ്ട്. അപ്പം ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല സ്കൂളിൽ പഠിച്ചു ദൈവകൃപയാൽ. വളരെ ബാക്ക്വേർഡ് ആയിട്ടുള്ള സ്ഥലമാണെങ്കിൽ പോലും അവിടെ ഞങ്ങൾ പോയിടത്തൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ദൈവം തന്നിട്ടുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളോടൊപ്പം സിറ്റികൾ വളരാനിടയായി, ടൗണുകൾ സിറ്റികളായിട്ട് മാറാനിടയായി, ഗ്രാമങ്ങൾ ടൗണുകളായിട്ട് മാറാനിടയായി, പോയിടത്തും പാർത്തിടത്തും ഒക്കെ. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും അങ്ങനെ വന്നിട്ടില്ല. എന്നാൽ പലപ്പോഴും ഹൃദയം തകർക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ വളരെ പ്രിയപ്പെട്ടവരിൽ നിന്നുള്ളൂ. അവരുടെ കൺസേണിൽ നിന്നാണ് ഒരുപക്ഷെ അവർ സംസാരിക്കുന്നത്. കാരണം എല്ലാവർക്കും അറിയാം എൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് സമ്പാദ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാൽ 1 രൂപ പോലും കടമില്ലാതെ വളരെ സന്തോഷത്തോടെ ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുവാനും ഇനി വേണ്ടി വന്നാൽ ഒരു പെൺകുഞ്ഞിനെ വിവാഹം കഴിപ്പിക്കണം എനിക്ക് ആഗ്രഹമുണ്ട്. ഇതിൻ്റെ അതും നടക്കാനുള്ള കൃപ ദൈവം തന്നു. ദൈവത്തെ നന്ദിയോടെ മോന് മെഡിസിൻ കഴിഞ്ഞു. ഫിലിപ്പീൻസിലാണ് മെഡിസിൻ കഴിഞ്ഞു. ജോഷ് ഫിലിപ്പീൻസിൽ മെഡിസിൻ കഴിഞ്ഞു. ആദ്യ സമയത്തൊക്കെ വലിയ ചലഞ്ചായിരുന്നു. ഞങ്ങൾ താമസിക്കുന്നത് സ്കൂളിൽ ചെല്ലുമ്പം ഉന്നത കുലജാതരായിരിക്കുന്ന ആളുകൾക്കൊക്കെ മധ്യത്തിൽ എൻ്റെ മോൻ സംസാരിക്കുന്ന ഭാഷ ആ സമയത്ത് ലോക്കൽ ഭാഷയാണ്. നല്ല ഒറിയല്ല സംസാരിക്കുന്നത്, ആ ലോക്കൽ ഭാഷ. കാരണം ഞങ്ങൾ കോളനിയോട് ചേർന്ന് താമസിക്കുന്നതുകൊണ്ട് അവൻ വളർന്ന സാഹചര്യത്തിൽ അപ്പോൾ വളരെയധികം അപമാനിക്കപ്പെടാനും നിന്ദിക്കപ്പെടാനും. ആക്ച്വലി അടുത്തൊരാൾ പ്രൈസ് പേ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ മോനായിരുന്നു. മോള് തിരിച്ചായിരുന്നു. മോൾ വളരെ ആക്റ്റീവായിട്ട് അതിനെ ബൗൺസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ മോൻ വളരെ ഹൃദയം തകർന്ന അവസ്ഥകൾ അവൻ്റെ ജീവിതത്തിലുണ്ട്. നാം പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് വാസ് റിയലി ഹാർഡ് ഫോർ ഹിം. അങ്ങനെ സ്കൂളിലൊക്കെ പലപ്പോഴും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ തൊക്കെ ഇടയായി. ഈവൻ ടീച്ചേഴ്സ് പോലും, ഒരു ക്രിസ്ത്യൻ സ്കൂളായിരുന്നിട്ട്, വിശ്വാസികൾ നടത്തുന്ന സ്കൂളിൽ എല്ലാ ടീച്ചേഴ്സും ക്രിസ്ത്യാനികളായിരുന്നില്ല. പലപ്പോഴും പലതരത്തിലുള്ള പ്രശ്നങ്ങളും അവന് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നെല്ലാം അവർ തന്നെ ഒരു സ്ലോ ലേണറായിരുന്നു ആദ്യമായിട്ട്. അപ്പം അവനോട് ചേർന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും ഞാൻ തന്നെ പലപ്പോഴും അവസാനം 10ാം ക്ലാസ് വരെ എനിക്ക് പഠിപ്പിക്കേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു അവനെ. പക്ഷേ സാധ്യതകളില്ലെന്ന് എല്ലാവരും പറഞ്ഞ സ്ഥലത്ത് എൻ്റെ മോനൊരു ഡോക്ടറായവാനത്തെ കൊണ്ട് കർത്താവ് സഹായിച്ചു. മോള് ഫിസിയോതെറാപ്പിസ്റ്റാണ്. അവൾ ബാംഗ്ലൂരിൽ ഗാർഡൻ സിറ്റി പഠിച്ചു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ വിശാഖപട്ടണം നല്ലൊരു ഹോസ്പിറ്റലിൽ 1 വർഷം ജോലി ചെയ്തു. ഇപ്പോൾ വായത്. സന്തോഷത്തെക്കുറിച്ച് പറഞ്ഞാൽ ജീവിതത്തിൽ സന്തോഷമേ ഉള്ളൂ. എത്ര വിഷമം വന്നാലും നമ്മൾ അതേ സന്തോഷത്തോടെ ഫേസ് ചെയ്യുന്നത്. വിഷമം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, വിഷമം ടെമ്പററിയാണ്. വിഷമം ടെമ്പററിയാണ്. സന്തോഷം അത് അവസാനിക്കാത്ത സന്തോഷം അധികം നമുക്ക്. സമാധാനവും സന്തോഷവും ക്രിസ്തുവിൽ നമുക്കുള്ളത് ഇറ്റ്സ് നെവർ സീസിങ്, നെവർ എൻഡിങ്. അപ്പം വരുന്ന ഈ അല്ലറ ചില്ലറ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്നതെന്ന് പറയുന്നത് വരികയും പോവുകയും ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ പ്രത്യേകിച്ചൊരു വിഷയത്തിൽ സന്തോഷിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ ജീവിതത്തിൽ മൊത്തമായി സന്തോഷമേ ഉള്ളൂ. അതൊന്നും വലിയൊരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ എത്ര വിഷമങ്ങൾ നമ്മൾ ഫേസ് ചെയ്താലും വി ആർ ടേക്കിംഗ് ഇറ്റ് ആസ് പോസിറ്റീവ്. അതെ, അത് കാരണം നമ്മളല്ലല്ലോ ഫേസ് ചെയ്യുന്നത്. ഗോഡ് ഈസ് വിത്ത് us. യെസ്, കർത്താവ് പരിചയമായി നിൽക്കുമ്പം നമ്മൾ ഫേസ് ചെയ്യുന്നില്ല. എന്നെ ഉപദ്രവിക്കാൻ തക്കോണം അല്ലെങ്കിൽ നശിപ്പിച്ചു കളയെന്നൊക്കെ പറഞ്ഞ് പതിയിരുന്ന അവസാനം കോട്ടയുടെ മുതലുണ്ട്. ഒറീസ വരെയും അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നേരിട്ട് ചെല്ലുമ്പോൾ ഫേസ് ചെയ്യാനുള്ള ധൈര്യം ആർക്കും ഉണ്ടായിട്ടില്ല. നേരിട്ട് ചെല്ലുമ്പോൾ ഫേസ് ചെയ്യാനുള്ള ധൈര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് മുമ്പിൽ ദൈവം ഉണ്ടെന്നുള്ള പറഞ്ഞില്ലേ, ഗോലിയാത്തിനും ദാവീദിനും ഇടയ്ക്ക് ദൈവം ഉണ്ടായിരുന്നു അല്ലേ. ആ ദൈവത്തിലൂടെ കാണുമ്പോൾ
ഗോലിയാത്ത് ഡ്വാർഫാണ്, വളരെ ചെറിയതാണ്. ആ ദൈവത്തിൻ്റെ സ്റ്റേച്ചറുമായിട്ട് നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ചെറുപ്പത്തിലെ ദൈവം പഠിപ്പിച്ചതുകൊണ്ടും ഒറ്റയ്ക്കുള്ള യാത്ര 10 വർഷത്തോളം ഇങ്ങനെ ആയിരുന്നതുകൊണ്ടൊക്കെ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ചെറുതായിട്ട് കാണാൻ കഴിയും കർത്താവിലോട്. എന്നാൽ ഇത്രയും നേരം പാസ്റ്ററിനോട് എല്ലാ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യാനും കേൾക്കാനും ദൈവം ഞങ്ങൾക്കൊരു അവസരം തന്നു. ഇറ്റ് വാസ് റിയലി ഗ്രേറ്റ് ബ്ലെസ്സിങ്. സത്യം പറഞ്ഞാൽ അത് അത്രയും കേട്ടപ്പം ഓട്ടോമാറ്റിക്കലി ഞങ്ങൾ മോട്ടിവേറ്റഡ് ആയി. അപ്പോൾ ഞാൻ ഷുവറായിട്ട് പറയുന്ന കേൾക്കുന്ന അല്ലെങ്കിൽ ആരൊക്കെയോ കേൾക്കുന്നു, ഹു എവർ ഈസ് ലിസ്ണിംഗ് ടു ദിസ് ടെസ്റ്റിമണി അല്ലെങ്കിൽ ദിസ് ഷെയറിങ്, റിയലി ഇറ്റ്സ് എ ഗ്രേറ്റ് ബ്ലെസ്സിങ്. പലപ്പോഴും എനിക്ക് അനുഭവമുണ്ട്, ഞങ്ങൾ പലപ്പോഴും XLVBS അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിന് പാസ്റ്ററിൻ്റെ അടുത്ത് പോകുമ്പോൾ ദ ഫാമിലി ഈസ് വെരി മച്ച് ഡെഡിക്കേറ്റഡ്. കുഞ്ഞുങ്ങളാണെങ്കിൽ ഗ്രേസ്, ജോഷ്, ആൻറ്റി ഇറ്റ്സ് വെരി മച്ച് ഡെഡിക്കേറ്റഡ്. നല്ല സന്തോഷത്തോടെ ഞങ്ങൾ സ്വീകരിക്കുകയും അവിടുത്തെ പ്രോഗ്രാമും ആദ്യം അവസാനം വരെയും റിയലി ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. താങ്ക് യു സോ മച്ച് പാസ്റ്റർ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു സോ മച്ച്. പ്രത്യേകിച്ചും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾ പറയുന്നു. പാസ്റ്ററിൻ്റെ ഈ ഒരു മിനിസ്ട്രി പിന്നെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എക്സൽ മിനിസ്ട്രീസും പാസ്റ്റർ ബിനു, സിസ്റ്റർ പ്രീതിയുടെ മുഴുവൻ ടീമിൻ്റെയും ശുശ്രൂഷകൾ ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ്. അതിനേക്കാൾ കൂടുതൽ റിലേഷൻഷിപ്പും ഇപ്പോൾ ഈ വിവാഹ സംബന്ധമായി നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്ത എല്ലാ കാര്യങ്ങളും നന്ദിയോടെ സ്മരിക്കുന്നു. സെയിം ടൈം എക്സൽ മിനിസ്ട്രീസിനെ ദൈവം അധികമായിട്ട് ഉപയോഗിക്കട്ടെ. എനിക്ക് വലിയ ദർശനമുണ്ട് എക്സൽ മിനിസ്ട്രീസിനെ കുറിച്ച്. അത് ലോകത്തിലെ പല രാജ്യങ്ങളുടെയും ലിമിറ്റ്സൊക്കെ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകും. അനേക 1000 ചെറുപ്പക്കാരെ നമുക്ക് അടുത്ത തലമുറയിലേക്ക് ഒരുക്കുവാൻ കർത്താവ് സഹായിക്കുമെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു ഷെയറിങ് അനേകർക്ക് അനുഗ്രഹമായി തീർന്ന് നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു.